നമുക്ക് 2 പത്രോസ് 3 അധ്യായം 2 Peter chapter 3 അതിൻ്റെ ലാസ്റ്റ് വേഴ്സ് 18ാമത്തെ സെൻറ്റൻസ് നമ്മുടെ കർത്താവും രക്ഷകനുമായ യേശു ക്രിസ്തുവിൻ്റെ ജ്ഞാനത്തിലും കൃപയിലും വളരുക. ഇംഗ്ലീഷിലാണെങ്കിൽ ഗ്രോ ഇൻ ദി ഗ്രേസ് ആൻഡ് നോളജ് ഓഫ് അവർ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. അപ്പോൾ ഇതിൽ പത്രോസിൻ്റെ ലേഖനങ്ങൾ 1 പീറ്ററും 2 പീറ്ററും പറഞ്ഞിട്ട് കൺക്ലൂഡ് ചെയ്യുന്ന 2 ലേഖനവും പത്രോസിൻ്റെ തന്നെയാണ്. കൺക്ലൂഡ് ചെയ്യുന്നത് ഗ്രോ ഇൻ ദി ഗ്രേസ് ആൻഡ് നോളജ് ഓഫ് അവർ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. നമുക്കറിയാം 1ാം ലേഖനത്തിൽ ട്രൂ ഗ്രേസ് എന്താണെന്ന് പറഞ്ഞു. 2ാം ലേഖനത്തിൽ ട്രൂ ഗ്രേസ് കൊണ്ടുണ്ടാകേണ്ട ഇഫക്റ്റ്. 1ാം ലേഖനം നമുക്കറിയാം 1 Peter 5 ലാസ്റ്റിൽ പറയുന്നത് ദിസ് ഈസ് ട്രൂ ഗ്രേസ്. അപ്പോൾ 1 പത്രോസിൽ പറഞ്ഞിരിക്കുന്ന ആ ക്വാളിറ്റീസ് ഉണ്ടെങ്കിലാണ് ട്രൂ ഗ്രേസ് ആണോ അതേ ഫാൾസ് ഗ്രേസ് ആണോ എന്ന് നമുക്കറിയാൻ പറ്റത്തുള്ളൂ. അതാ പത്രോസ് പറയുന്നത്. 2ാം ലേഖനത്തിൽ പറയുന്നത് എന്താ? ട്രൂ ഗ്രേസ് ആണെങ്കിൽ ഉണ്ടാകേണ്ട ഇഫക്റ്റ് എന്താ? 2 Peter chapter 1 മുഴുവൻ വായിക്കണ്ട. അതിൻ്റെ 4ാമത്തെ 3-4 വായിക്കുമ്പോൾ 2 Peter 1 3-4 വായിക്കുമ്പോൾ ഇപ്പോൾ ചിന്തിക്കണം, നമ്മളത് മനസ്സിലാക്കിയിട്ട് പോകണം. അവന്റെ ദൈവിക ശക്തി നമുക്ക് ജീവനും ഭക്തിക്കും വേണ്ടതെല്ലാം പ്രദാനം ചെയ്തിട്ടുണ്ട്. തന്റെ മഹത്വത്തിലേക്കും ഔന്നത്യത്തിലേക്കും നമ്മെ വിളിച്ചവരെ കുറിച്ചുള്ള ജ്ഞാനത്തിലൂടെയാണ് അത് ലഭിച്ചത്. തന്റെ അമൂല്യവും മഹനീയവുമായ വാഗ്ദാനങ്ങളും ഇവ വഴിയെ തന്നെ അവൻ നമുക്ക് നൽകി. ഇവയുടെ സഹായത്താൽ ദുരാശകൾ നിമിത്തം ഈ ലോകത്തിലുണ്ടായിരിക്കുന്ന അധർമ്മങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനും ദൈവിക പ്രകൃതിയിൽ പങ്കാളികളാകാനും നിങ്ങൾക്ക് ഇടവരും. ഇത് മതി. അപ്പോൾ ഈ ട്രൂ ഗ്രേസ് കൊണ്ട് ഉണ്ടാകേണ്ട ഇഫക്റ്റ് എന്താ? ദൈവിക പ്രകൃതിയിൽ പങ്കാളികളാകുക. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചതാണ് ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള സ്വപ്നം. അതായത് ഓൾ ഓഫ് us ഷുഡ് ബിക്കം ലൈക്ക് ഹിസ് സൺ. അതാ ദൈവിക പ്രകൃതി. പുത്രൻ്റെ സ്വരൂപത്തിലേക്ക് നമ്മൾ എത്രത്തോളം താതാത്മ്യം പ്രാപിക്കുന്നോ. കാരണം കർത്താവിന് വേണ്ടി ജീവിക്കാൻ തീരുമാനിക്കുമ്പോൾ നമ്മൾ 0-0 ഒന്നുമില്ല, ദൈവിക പ്രകൃതി ഒന്നുമില്ല. അതിന് മുമ്പുണ്ടായിരുന്ന ആദാമിക് നേച്ചർ അത് നമ്മൾ ഫോഴ്സേക്ക് ചെയ്തിട്ട് ദൈവിക പ്രകൃതിയിലേക്ക് വളരാനുള്ള ഡിസിഷനായിട്ടുള്ള ഒന്നുമില്ല. അപ്പോൾ ട്രൂ ഗ്രേസിൽ നമ്മൾ വളർന്നു വരുമ്പോൾ ഡിവൈൻ നേച്ചർ, ഹിസ് ഡിവൈൻ നേച്ചർ. അപ്പോൾ അതിൽ 2 Peter 1-3-4 ഇംഗ്ലീഷിൽ നിന്ന് വായിക്കുമ്പോൾ ഇത്തിരിയോടെ മനസ്സിലാവും. അതിൽ പറഞ്ഞേക്കുന്ന ഒരു കാര്യം, പാർട്ടേക്കേഴ്സ് ഓഫ് ദി ഡിവൈൻ നേച്ചർ ഹാവിങ് മറ്റേതിനകത്ത് എല്ലാം ഉണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ച് മാറി മറിഞ്ഞാന്നുള്ളൂ. പാർട്ടേക്കേഴ്സ് ഓഫ് ദി ഡിവൈൻ നേച്ചർ ഹാവിങ് എസ്കേപ്ഡ് ദി കറപ്ഷൻ ദാറ്റ് ഈസ് ഇൻ ദി വേൾഡ് ത്രൂ ലസ്റ്റ് അല്ലെ ത്രൂ ഈവിൾ ഡിസയേഴ്സ്. അപ്പോൾ ഇതിൽ 2 കാര്യമാണ്. ഒന്ന് പാർട്ടേക്കേഴ്സ് ഓഫ് ദി ഡിവൈൻ നേച്ചർ, അതെങ്ങനെ ഉണ്ടാവും? ഫോഴ്സേക്കിംഗ് ദി കറപ്ഷൻ വിച്ച് ഈസ് ത്രൂ ഈവിൾ ഡിസയേഴ്സ്. അപ്പോൾ ഇതിൽ നമ്മൾ ഈ 2 Peterൻ്റെ ആ വായിച്ച സെൻറ്റൻസ് ഉണ്ട് 3:18 ഒന്ന് മനസ്സിരുത്തി ചിന്തിക്കണം. കാരണം അവിടെ പറഞ്ഞേക്കുന്നത് ഗ്രോ ഇൻ ദി ഗ്രേസ് ആൻഡ് നോളജ് ഓഫ് ദി ലോർഡ്. അപ്പോൾ രണ്ടും കൂടി ഇപ്പോൾ നമുക്കറിയാം ബൈബിളിൽ ജോയിൻ ചെയ്തേക്കുന്ന ചില കാര്യങ്ങളുണ്ട്. റിപ്പൻറ്റൻസ് ആൻഡ് ഫെയ്ത്ത് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുമോ? റിപ്പൻറ്റൻസും ഫെയ്ത്തോടെ വന്നാലേ രക്ഷിക്കപ്പെടുകയുള്ളൂ. നമ്മൾ കല്യാണത്തെക്കുറിച്ച് വായിക്കുന്നുണ്ട്, ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപെടുത്തരുത്. റിപ്പൻറ്റൻസും ഫെയ്ത്തും ദൈവം യോജിപ്പിച്ചേക്കുന്ന, ഫെയ്ത്ത് തന്നെ രക്ഷിക്കില്ല, റിപ്പൻറ്റൻസ് തന്നെ രക്ഷിക്കില്ല, റിപ്പൻറ്റൻസും ഫെയ്ത്തും രക്ഷിക്കത്തുള്ളൂ. ഇവിടെ ദൈവിക പ്രകൃതിയിലേക്ക് ഡിവൈൻ നേച്ചറിലേക്ക് വളരണമെങ്കിൽ, കാരണം ദൈവിക പ്രകൃതിയിലേക്ക് നമ്മൾ വളരുക എന്നുള്ള ദൈവത്തിൻ്റെ ഹിത, അതിൽ നമുക്ക് ആർക്കും എസ്കേപ്പ് ചെയ്യാൻ പറ്റത്തില്ല. എസ്കേപ്പ് ചെയ്താൽ നമ്മൾ നഷ്ടക്കാരാകും. അപ്പോൾ ഡിവൈൻ നേച്ചറിലേക്ക് വളരണമെങ്കിൽ ദൈവം യോജിപ്പിച്ചേക്കുന്ന 2 കാര്യം എന്തൊക്കെയാണ്? ഗ്രേസ് ആൻഡ് നോളജ് ഓഫ് വെറും നോളജ് അല്ല, നോളജ് ഓഫ് ദി ലോർഡ് അല്ല, നോളജ് ഓഫ് ദി ബൈബിൾ അല്ല, നോളജ് ഓഫ് ദി ലോർഡാണ്. അപ്പോൾ നമ്മൾ ഇതിൽ അറിയേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നോളജ് ഓഫ് ദി ലോർഡ് ഉണ്ടാകണമെങ്കിൽ എന്ത് വേണം? ഗ്രേസിൽ വളരണം. ഗ്രേസിൽ വളർന്നാൽ നമുക്ക് നോളജ് ഓഫ് ദി ലോർഡിൽ വളരാതിരിക്കത്തില്ല. ഈ പരിശുദ്ധാത്മാവിൻ്റെ ഒരു പേര് തന്നെ ഈ ഹീബ്രൂസ് 10:29 ഇംഗ്ലീഷിൽ നിന്ന് വായിക്കാം. ഹീബ്രൂസ് 10:29 Of how much worse punishment do you suppose will he be thought worthy who has trampled the Son of God underfoot, counted the blood of the covenant by which he was sanctified a common sin, and insulted the Spirit of grace. Spirit of grace. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ഒരു പേരാ സ്പിരിറ്റ് ഓഫ് ഗ്രേസ്. അതെന്താ അങ്ങനെ പേര് വരാൻ കാരണം എന്താ?
സ്പിരിറ്റ് ഓഫ് ഗ്രേസ് അല്ല, അതതിൻ്റെ മലയാളം. ഇപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ പേരൊന്നുമല്ല. പരിശുദ്ധാത്മാവെന്ന പേര് തന്നെ ഇപ്പോൾ ത്രിത്വത്തിൽ ഫാദർ, സൺ ആൻഡ് ദി ഹോളി സ്പിരിറ്റ് എന്ന് പറയാൻ കാരണം എന്താ? പരിശുദ്ധാത്മാവിൻ്റെ പേരാണോ ഹോളി സ്പിരിറ്റ്? അല്ല, മീൻസ് ത്രിത്വത്തിലെ മൂന്നാമൻ ഫാദർ, സൺ ആൻഡ് ദി ഹോളി സ്പിരിറ്റ് എന്ന് പറയാൻ കാരണം ഈ തേർഡ് പേഴ്സണാലിറ്റി ഇമ്പാർട്ട് ചെയ്യുന്ന ക്യാരക്ടറാണ്. അതായത് ഈ തേർഡ് പേഴ്സണാലിറ്റി നമ്മളെ പൊസസ് ചെയ്യുമ്പോൾ, നമ്മുടെ ജീവിതത്തിലോട്ട് വരുമ്പോൾ നമ്മിൽ കൾട്ടിവേറ്റഡ് ആകുന്ന ക്യാരക്ടറാണ് ഹോളിനെസ്. അതുകൊണ്ടാണ് ഹോളി സ്പിരിറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ കർത്താവിനെ നമ്മൾ റെവലേഷനിലൊക്കെ കാണുമ്പോൾ പലപ്പോഴും കുഞ്ഞാടായിട്ട് കാണുന്നത്, അറക്കപ്പെട്ട കുഞ്ഞാട് നിൽക്കുന്ന കണ്ടു. മീൻസ് കർത്താവ് ആടായതുകൊണ്ടാണോ? നോ. അതായത് ദാറ്റ് വാസ് ദി മിനിസ്ട്രി ഹി ഡിഡ് ഇൻ ദി വേൾഡ്. ലോകത്തിൽ ചെയ്ത മിനിസ്ട്രിയുടെ ഒരു നിഴലല്ല. ലോകത്തിൽ സകല മനുഷ്യൻ്റെയും പാപങ്ങൾക്ക് പരിഹാരമായിട്ട് മരിച്ചതുകൊണ്ടാണ് റെവലേഷനിൽ നമ്മളവിടെ കാണുമ്പോൾ കുഞ്ഞാടായിട്ട് കാണുന്നത്. അല്ലാതെ കർത്താവായ യേശു ക്രിസ്തു ആടൊന്നുമല്ല. ആണോ? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ വന്നു. പരിശുദ്ധാത്മാവ് പ്രാവായതുകൊണ്ടല്ല. അതെല്ലാം ഹോളിനെസ്സിനെ കാണിക്കാനുള്ള ചില സൈൻസ് എന്നുള്ളൂ. സെയിം വേ ഇവിടെ ദി സ്പിരിറ്റ് ഓഫ് ഗ്രേസ് എന്ന് പറയുന്നത്, ഇപ്പം നമ്മൾ ലോകത്തിലെ ചില എക്സാമ്പിളുകൾ എടുത്താൽ നമ്മൾ പറയില്ല. ഇപ്പോൾ ഇവിടുത്തെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് എന്താ പറയുന്നത്, യൂത്ത് അലവൻസ് കിട്ടണമെങ്കിൽ യൂത്ത് അലവൻസ് തരുന്ന ആളാരാ? സെൻട്രൽ ലിങ്കാണ്. ആ സെൻട്രൽ ലിങ്കിൽ പോകണമെന്ന് പറയുന്ന പോലെയാണ് സ്പിരിറ്റ് ഓഫ് ഗ്രേസ് എന്ന് പറയുന്നത്. ഗ്രേസ് നൽകുന്ന ആത്മാവായതുകൊണ്ടാണ് സ്പിരിറ്റ് ഓഫ് ഗ്രേസ്. അപ്പോൾ സ്പിരിറ്റ് ഓഫ് ഗ്രേസ് എന്ന് പറഞ്ഞേക്കുന്നത് ഈ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ നിറയും തോറും നമ്മൾ ദൈവകൃപയിൽ വർദ്ധിച്ചു വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ലോകത്തിലോട്ട് അയക്കുന്നതുമായിട്ടുള്ള ബന്ധത്തിൽ കർത്താവ് പറഞ്ഞ കാര്യം എന്താ? ഞാൻ പോകുന്നത് നല്ലതാണ്. ഞാൻ പോയി കഴിഞ്ഞാൽ അവൻ നിങ്ങളുടെ അടുക്കിലേക്ക് വരും. അവൻ വന്നു കഴിഞ്ഞാൽ അതെ, സത്യത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും നിങ്ങളെ ബോധവാന്മാരാക്കും. അപ്പോൾ ഇത് മൂന്നും ഒരേ കാര്യം തന്നെയാണ്. സത്യം, ന്യായവിധി, നീതി, ഇതെല്ലാം ദൈവഭയം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. സത്യം, അതായത് മനുഷ്യൻ തോന്നിവാസം ജീവിക്കുന്ന ഒരു മനുഷ്യൻ, സത്യമില്ല, നീതിയില്ല, നേരുമില്ലാത്ത മനുഷ്യൻ്റെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ സത്യമല്ലാത്തതൊന്നും ഇല്ലാത്തൊരവസ്ഥ. നീതി, സത്യസന്ധമല്ലാത്ത, ദൈവത്തിന് നിരക്കാത്ത ഒന്നും ചെയ്യില്ല. ദെൻ ന്യായവിധി, കാരണം ന്യായവിധി എന്ന് പറഞ്ഞാൽ ദൈവഭയം. കാരണം നമ്മൾ ചെയ്യുന്നതിനൊക്കെ കണക്ക് കൊടുക്കേണ്ടി വരുമെന്നുള്ള ആ ഒരു ബോധ്യം. അപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തെക്കുറിച്ച് അല്ലെങ്കിൽ ദൈവഭയത്തിൽ നമ്മൾ വളരും. ദൈവഭയത്തിൽ വളരുന്ന തോതനുസരിച്ച് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിലേക്ക് ചൊരിഞ്ഞുകൊണ്ടിരിക്കും? ഗ്രേസ് ചൊരിഞ്ഞുകൊണ്ടിരിക്കും. ഗ്രേസ് കൂടുന്തോറും, ഗ്രേസ് വരുംതോറും ദി നോളജ് ഓഫ് ദി ലോഡ് നമ്മൾ വർദ്ധിച്ചുകൊണ്ടിരിക്കും. കാരണം നോളജ് ഓഫ് ദി ലോഡ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. ബൈബിളിനെ കുറിച്ചുള്ള നോളജ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ബൈബിൾ വായിച്ച് പഠിച്ച് അല്ലെങ്കിൽ ഇതിന് സമയം ചെലവഴിച്ച് നമുക്ക് നോളജ് ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ നോളജ് ഓഫ് ദി ഹോളി വൺ അത് ദൈവം നൽകുന്ന. ഈ പ്രോവേർബ്സ് ചാപ്റ്റർ 2 എടുക്കുമ്പോൾ സുഭാഷിതങ്ങൾ 2-ാം അധ്യായത്തിൽ നമുക്കറിയാവുന്ന സ്ഥലമെന്ന് വായിച്ചു. 2-ന്റെ സ്റ്റാർട്ടിങ് തുടങ്ങിയൊന്ന് വായിക്കാം. പ്രോവേർബ്സ്. എൻ്റെ മകനെ, നീ എൻ്റെ വാക്കുകൾ സ്വീകരിക്കുകയും എൻ്റെ കൽപ്പനകൾ നിശ്ചലമായി സൂക്ഷിക്കുകയും വിജ്ഞാനത്തിന് കാതുവെക്കുകയും ബോധോദയത്തിന് ഹൃദയത്തെ സജ്ജമാക്കുകയും അത് ഉൾക്കാഴ്ചയ്ക്ക് വേണ്ടി മറുപടി കൂട്ടുകയും ധാരണാശക്തിക്ക് വേണ്ടി സ്വരമുയർത്തുകയും ചെയ്താൽ അതിനെ വെള്ളിയെ എന്ന പോലെ അന്വേഷിക്കുകയും മറഞ്ഞു കിടക്കുന്ന നിധിയെ എന്ന പോലെ തേടുകയും ചെയ്താൽ അപ്പോൾ നീ കർത്താവിനുള്ള ഭക്തി ഗ്രഹിക്കും, ദൈവജ്ഞാനം കണ്ടെത്തും. കാരണം 6-ാം സെന്റൻസ്, കാരണം കർത്താവ് വിജ്ഞാനം നൽകുന്നു, അറിവും ധാരണയും അവൻ്റെ വായിൽ നിന്ന് വരുന്നു, അവൻ പരമാർത്ഥികൾക്കായി ഉത്തമ വിജ്ഞാനം സംഭരിച്ചു വയ്ക്കുന്നു. ഈ വിജ്ഞാനം എന്ന് പറയുന്നത് ഇത് ബൈബിൾ വായിക്കുമ്പോൾ കിട്ടുന്നതല്ല. നോ, ബൈബിൾ വായിക്കുമ്പോൾ, കാരണം ബൈബിൾ വായിക്കുന്നതും പഠിക്കുന്നതും ഇറ്റ് ഈസ് ഇറ്റ് ഈസ് വൺ ഓഫ് ദി മീൻസ് ടു ഗെറ്റ് ദിസ് വിസ്ഡം. ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയാം, ബൈബിൾ പഠിച്ചതുകൊണ്ട് ഈ വിജ്ഞാനം കിട്ടിക്കൊള്ളുന്നില്ല. പക്ഷേ അതിൻ്റെ ഓപ്പോസിറ്റോടെ നമ്മൾ ചിന്തിച്ചില്ലേ ശരിയാകത്തില്ല. അതായത് ബൈബിൾ പഠിച്ചില്ലെങ്കിൽ ഈ വിജ്ഞാനം കിട്ടുകയില്ല. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം, ബൈബിൾ പഠിച്ചതുകൊണ്ട് ഈ വിജ്ഞാനം കിട്ടത്തില്ല, എന്നാൽ ബൈബിൾ പഠിക്കാതെ ഈ വിജ്ഞാനം കിട്ടുകയില്ല. അവിടെയാണ് നമുക്ക് ഈ ദൈവത്തിൻ്റെ വചനം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വചനം അന്വേഷിക്കുക. ഇവിടെ പറഞ്ഞേക്കുന്നത് ഇത് എങ്ങനെ അന്വേഷിക്കുന്നവർക്കാണ്? മറഞ്ഞിരിക്കുന്ന വെള്ളിയെ എന്ന പോലെ അന്വേഷിക്കുന്നവർക്കായിട്ട് ദൈവം ഈ വിജ്ഞാനം സൂക്ഷിച്ചു വയ്ക്കുന്നു. അപ്പോൾ നമ്മൾ 2 പീറ്ററിൽ വായിച്ചത് ഗ്രോ ഇൻ ദി ഗ്രേസ് ആൻഡ് നോളജ് ഓഫ് ദി ലോഡ്. ഈ നോളജ് ഓഫ് ദി ലോഡ് ഈ വിജ്ഞാനം എന്ന് പറഞ്ഞേക്കുന്നത്. ഈ പ്രോവേർബ്സ് 8 തന്നെ 8-11 വായിക്കുമ്പോൾ ഇതിനകത്തൊക്കെ ഈ പ്രോവേർബ്സ് 8 വിജ്ഞാനം എന്ന് പറഞ്ഞേക്കുന്നത് ദൈവത്തെക്കുറിച്ച് തന്നെയാണ്. ദൈവജ്ഞാനം ദൈവത്തെക്കുറിച്ച് തന്നെ. 8-11 വായിക്കുമ്പോൾ
വിജ്ഞാനം രക്തത്തെക്കാൾ ശ്രേഷ്ഠം, നിനക്ക് കാക്ഷിക്കാവുന്ന ഒന്നും അതിൽ തുല്യമല്ല. അതെ, അത് ഈ പറഞ്ഞേക്കുന്നേ വിജ്ഞാനം സുഭാഷിതം 8:11. അതായത് വിജ്ഞാനം അല്ലെങ്കിൽ ദൈവത്തെക്കുറിച്ചുള്ള അറിവ്, ദൈവം തന്നെ, ദൈവത്തെക്കുറിച്ചുള്ള അറിവിലൂടെ നമ്മൾ ദൈവത്തെക്കുറിച്ച് അറിഞ്ഞു വരുന്നത്. അപ്പം ഇതിനകത്ത് എഴുതിയേക്കൊരു ഒരു കാര്യമാണ്, നമ്മൾ ആഗ്രഹിക്കുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട് ലോകത്തിൽ. നമുക്ക് ഓരോരുത്തർക്കും ഓരോ ആഗ്രഹങ്ങളായിരിക്കും, പലർക്കും പല ആഗ്രഹങ്ങൾ കാണും, ചിലർക്ക് ലോകത്തിൽ ഒത്തിരി സ്വപ്നങ്ങൾ കാണും. എന്നിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇവിടെ എഴുതിയേക്കുക, നീ ആഗ്രഹിക്കുന്ന ഒന്നും ഇതിന് തുല്യമല്ല. നമ്മളെല്ലാവരും ഒരുപോലെ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്, ദൈവജ്ഞാനത്തോട് കിടപിടിക്കുന്ന വേറെ ഒന്നും ലോകത്തില്ല. നമ്മൾ ഈ ലോകത്തിൽ എന്ത് വേണേലും, ലോകത്തിൽ മനുഷ്യൻ ആഗ്രഹിക്കുന്ന എന്ത് കാര്യം വേണേലും ആഗ്രഹിച്ചു. അല്ലെങ്കിൽ വലിയ മനുഷ്യൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്താ? സമ്പത്ത്, അല്ലെങ്കിൽ ലോകത്തിലുണ്ടാക്കാവുന്ന അറ്റൈൻ ചെയ്യാവുന്ന വെൽത്ത്, ഒത്തിരി സ്വപ്നങ്ങൾ കാണും പലർക്കും. പക്ഷെ നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ആഗ്രഹിക്കുന്ന ഒന്നും ഇതിനോട് കിടപിടിക്കുന്നതല്ല. അതായത് നമ്മൾ കൊതിക്കുന്ന ഒന്നിനെയും ഈ ദൈവജ്ഞാനത്തോട് ഇക്വേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ അറിയേണ്ടത്, ഇവിടെ പറഞ്ഞേക്കുവാണ്, വെള്ളിയെ എന്ന പോലെ അന്വേഷിക്കുന്നവനാണ് ദൈവം ഇത് നൽകുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിലോട്ട് എത്രത്തോളം വരുന്നു. അപ്പോൾ നമ്മൾ ആദ്യം ചിന്തിച്ച പോലെ തന്നെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മൾ നിറയുന്നതിൻ്റെ, പരിശുദ്ധാത്മാവിനാൽ നിറയുക എന്ന് പറഞ്ഞാൽ ഇതിപ്പം എന്താ പറയുക, നമ്മൾ തന്നെ നിറഞ്ഞിരിക്കുന്ന, കുറേയുടെ മനസ്സിലാകുന്ന ടെർമിനോളജിയിൽ ഞാൻ പറയാം, നമ്മൾ തന്നെ നിറഞ്ഞിരിക്കുക നമ്മുടെ ജീവിതത്തിൽ. അപ്പോൾ ഒരു ഗ്ലാസ്സിൽ നമ്മൾ വെള്ളം നിറച്ച് വെച്ചേക്കുന്ന പോലെയാണ്. അത് എത്രത്തോളം എംപ്റ്റി ചെയ്യുന്നോ അത്രത്തോളം മാത്രമേ നമുക്ക് വേറൊരു സാധനം അതിലേക്ക് ഫില്ല് ചെയ്യാൻ പറ്റൂ. എന്ന് പറഞ്ഞ പോലെ നമ്മിലെ നാം. അതുകൊണ്ടാണ് ഈ കൊറിന്ത ലേഖനത്തിലൊക്കെ എഴുതിയേക്കുക, എത്രത്തോളം കർത്താവിനോടുകൂടെ മരിക്കുന്നോ ആ അളവിലാണ് എന്ത് വെളിപ്പെടുകയുള്ളൂ? ക്രിസ്തുവിൻ്റെ ജീവൻ നമ്മിൽ വെളിപ്പെടുകയുള്ളൂ. 2 കൊരിന്തോസ് 4:10 എന്ന് വായിച്ചു വിഷാജ്. 2 കൊരിന്തോസ് 4:10. ഈ ക്രിസ്തുവിൻ്റെ ജീവൻ, ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും സിനോനിമമായിട്ടുള്ള വേർഡുകളാണ്. ക്രിസ്തുവിൻ്റെ ജീവൻ, ദൈവത്തിൻ്റെ കൃപ, അല്ലെ ദൈവജ്ഞാനം, ഇതെല്ലാം സെയിമാണ്. യേശുവിന്റെ മരണം ശരീരത്തിൽ ഞങ്ങൾ സദാ സംഭവിക്കുന്നു, യേശുവിന്റെ ജീവനും ഞങ്ങളുടെ ശരീരത്തിൽ പ്രത്യക്ഷമാകുന്നു. അതെ, അത്രേ ഉള്ളൂ. അതായത് നമ്മെ നമ്മൾ എത്രത്തോളം എംപ്റ്റി ഔട്ട് ചെയ്യുന്നോ അത്രത്തോളം കൃപ നമ്മുടെ ജീവിതത്തിൽ നിന്ന് അറിയും. അപ്പോൾ നമ്മളിവിടെ ചിന്തിച്ച കാര്യം, ഈ ഗ്രോ ഇൻ ദി നോളജ് ഓഫ് ദി ലോഡ്. അപ്പം നോളജ് ഓഫ് ദി ലോഡിലേക്കാണ് നമ്മൾ വളരേണ്ടത്. പക്ഷെ അത് ദൈവകൃപയിൽ വർദ്ധിക്കാതെ ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ നോളജ് ഓഫ് ദി ലോഡ് ഉണ്ടാകത്തില്ല. കാരണം ഈ ദൈവജ്ഞാനത്തിൽ നമ്മൾ വളർന്നില്ലെങ്കിൽ എന്താ പറയുക, നമ്മുടെ ജീവിതം ശൂന്യമാണ്. രക്ഷിക്കപ്പെട്ടു വരുന്ന സമയത്ത് നമുക്ക് വളരെ തുച്ഛമായിട്ടുള്ള നോളജ് ദൈവത്തെക്കുറിച്ചുള്ളൂ. അപ്പോൾ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, എത്രത്തോളം നമ്മൾ ദൈവത്തിൻ്റെ കാര്യത്തിൽ താല്പര്യം എടുക്കുന്നോ, എത്രത്തോളം ദൈവത്തിൻ്റെ വചനം അന്വേഷിക്കാൻ, ദൈവത്തിൻ്റെ വചനത്തിൽ മറിഞ്ഞിരിക്കുന്ന നിധി എന്ന പോലെ അന്വേഷിക്കുന്നോ ആ അളവിൽ, അല്ലാതെ ഈ ദൈവജ്ഞാനം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. ദൈവം നമ്മുടെ ജീവിതത്തിലോട്ട് ചൊരിയുന്ന അളവിൽ മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ. ഈ ഹോശേയ പ്രവചനം 4 അധ്യായം എടുക്കുമ്പോൾ ഒന്ന് തുടങ്ങിയെന്ന് വായിക്കുമ്പോൾ, ഹോശേയ 4:1 തുടങ്ങി. ഇസ്രായേൽ ജനമേ, കർത്താവിന്റെ അരുളപ്പാട് കേൾക്കൂ. ദേശത്തിലെ നിവാസികൾക്കെതിരെ കർത്താവിന് ഒരു ആരോപണമുണ്ട്. ദേശത്ത് വിശ്വസ്തതയോ ദയയോ ദൈവജ്ഞാനമോ ഇല്ല. ആണയും കള്ളവും കൊലയും മോഷണവും വ്യഭിചാരവൃത്തിയും ഉണ്ട് താനും. മതി. അപ്പം അവിടെ പറഞ്ഞേക്കുക, അത് പഴയ നിയമത്തിലെ ഹോശേയ പ്രവാചകന്റെ കാലത്തെ ഒരു സ്റ്റേറ്റ് എഴുതിയേക്കുക. ദേശത്ത് കുറേ കാര്യങ്ങളില്ല, കുറേ കാര്യങ്ങളുണ്ട്. അവിടെ പറഞ്ഞേക്കുന്ന ഇല്ലാത്ത കാര്യങ്ങൾ, വിശ്വസ്തതയില്ല, ദയയില്ല, ദൈവജ്ഞാനം ഇല്ല. ഇവിടെ പറഞ്ഞേക്കുന്ന കർത്താവിന് ദേശത്തിനെതിരെ ഒരു ആരോപണമുണ്ട്. ഇത് ഹോശേയുടെ സമയത്ത് ദേശത്തിനെതിരെ കർത്താവിന് ഈ ആരോപണം ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് ഇതില്ലാതെ വന്നാൽ ദൈവത്തിന് ഈ ആരോപണം ഉണ്ടാവുകയില്ലോ, നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പം ഇവിടെ പറഞ്ഞേക്കുന്നത് ദേശത്ത് വിശ്വസ്തതയില്ല, ദയയില്ല, ദൈവജ്ഞാനം ഇല്ല. അതേസമയം എന്തൊക്കെ ഉണ്ട്? കള്ളമുണ്ട്, നുണയുണ്ട്, വഞ്ചനയുണ്ട്, എല്ലാ സാധനവും അതെല്ലാം ഉണ്ട്. അതെപ്പോഴും അങ്ങനെയാണ്. നോക്കിയോ, നമ്മൾ ദൈവത്തെ വളർച്ച പ്രാപിച്ചില്ലെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ഉണ്ടാകും. കർത്താവ് പറഞ്ഞു, ദൈവത്തെയും മാമനെയും ഒന്നിച്ച് സേവിക്കാൻ പറ്റത്തില്ല. ഒന്നുകിൽ ദൈവത്തെ സേവിക്കും, മാമോനെ നമ്മളിങ്ങനെ നോർമലി പറയത്തുള്ളൂ. എങ്ങനെയാണ് അതിൻ്റെ നമ്മൾ പറയുന്നത്? ഒന്നുകിൽ ദൈവത്തെ സ്നേഹിക്കും, അല്ലെങ്കിൽ മാമോനെ സ്നേഹിക്കില്ല, അല്ലെങ്കിൽ മാമോനെ സ്നേഹിക്കും, ദൈവത്തെ സ്നേഹിക്കില്ല. പക്ഷെ കർത്താവ് വളരെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞ്, ദൈവത്തെ സ്നേഹിക്കുന്നവൻ മാമോനെ വെറുക്കും. ഇത് 21-ാം നൂറ്റാണ്ടിലില്ല.
ഇത് മാക്സിമം വളർച്ച പ്രാപിക്കുന്നവർ ചെയ്യുന്നത് ദൈവത്തെ സ്നേഹിക്കും, ഇല്ല മാമനെ സ്നേഹിക്കില്ല. അതാണ്. പക്ഷേ ദൈവത്തിന് നൂറ്റാണ്ടുകൾക്ക് തമ്മിൽ വ്യത്യാസമില്ല. ആകാശവും ഭൂമിയും കടന്നു പോകും, എൻ്റെ വചനങ്ങൾക്ക് മാറ്റമില്ല. നോക്ക്, ദൈവത്തിൻ്റെ സ്റ്റാൻഡേർഡ് കുറയ്ക്കുമെന്ന് വിചാരിച്ച് നമ്മൾ ഇരുന്നിട്ട് കാര്യമില്ല. കാരണം ഈ പണം കൊണ്ട് കിട്ടുന്ന അതേ സർവീസ് തന്നെയാണ് ദൈവത്തെ സേവിക്കുമ്പോൾ മനുഷ്യന് കിട്ടുന്നത്. ബുദ്ധിമാനായിട്ടുള്ള സോളമൻ ഈ സഭാപ്രസംഗി 8:12 വായിക്കും. 8:12 7:12 വായിക്കും. ബുദ്ധിമാനായ സോളമൻ എന്ന് പറഞ്ഞാൽ ലോകപ്രകാരം ഏറ്റവും ബുദ്ധിമാനായിരുന്ന മനുഷ്യനാണ്. 7:12 8:12 വായിച്ചു ജാസൻ. വിജ്ഞാനം നൽകുന്ന സംരക്ഷണം, പണം നൽകുന്ന സംരക്ഷണം. അതെ, 7:12. ആ സഭാപ്രസംഗി 7:12 പറയുകയാണ്, വിജ്ഞാനം നൽകുന്ന സംരക്ഷണം. വിജ്ഞാനം ദൈവമാണ്. നമ്മൾ ആദ്യമേ ചിന്തിച്ചു ദി വിസ്ഡം ഓഫ് ഗോഡ് എന്ന് പറയുന്നത് ഇറ്റ്സ് ഗോഡ് ഇറ്റ് സെൽഫ്. അപ്പോൾ ഇവിടെ എന്താ ദൈവത്തിൻ്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്താ? വിജ്ഞാനം അല്ലെങ്കിൽ ദൈവം നൽകുന്ന സംരക്ഷണം എങ്ങനെയാന്ന് പറഞ്ഞിരിക്കുന്നത്? അതെ, ദൈവത്തിൽ ആശ്രയിക്കുന്നവന് മറ്റേ സ്നേഹിക്കേണ്ട ആവശ്യമില്ല. കാരണം ലോകത്തിലെ മനുഷ്യൻ നിരീശ്വരവാദിക്കും ലോകത്തിൽ കാര്യങ്ങൾ നടക്കും. അവൻ്റെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ കാര്യങ്ങൾ നടക്കത്തുള്ളൂ. അപ്പം ഇത് മനുഷ്യൻ്റെ ആൾക്കാർ പറയാറില്ല, വിശ്വാസി അവിശ്വാസിയും ഒക്കെ കർത്താവിനെ രക്ഷിക്കപ്പെട്ടവനും പെടാത്തവനും ഒക്കെ പറയാറുണ്ട്, പൈസയുടെ കാര്യത്തിന് പൈസ ഉണ്ടെങ്കിൽ കാര്യം നടക്കുകയുള്ളൂ. പക്ഷെ ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, ദൈവത്തെ സേവിക്കുമ്പോൾ ദൈവ സംരക്ഷണം, ഈ ലോകത്തിലെ മനുഷ്യന് പണം നൽകുന്ന എല്ലാ സംരക്ഷണവും ദൈവത്തിൻ്റെ സംരക്ഷണം, ദൈവം സംരക്ഷണം നൽകുന്നുണ്ട്. ഇവിടെ നമ്മൾ അവസാനിപ്പിക്കുന്നത് അതിൻ്റെ അടുത്ത സെൻറ്റൻസോടെ ഒന്ന് വായിച്ചാൽ. എന്നാൽ അറിവിന്റെ മേന്മ ഇതാണ്, വിജ്ഞാനം വിജ്ഞാനിയുടെ ജീവൻ നിലനിർത്തുന്നു. അതെ, ഇതെന്ന് വെച്ചാൽ വ്യത്യാസമുണ്ട്. അതായത് അപ്പേരൻ്റ്ലി വെൻ യു ആർ ലുക്കിംഗ് ഫ്രം ഔട്ട്സൈഡ് ബോത്ത് ആർ സെയിം. പണം നൽകുന്ന സംരക്ഷണവും ദൈവം നൽകുന്ന സംരക്ഷണവും സെയിം ആണെന്ന് തോന്നുന്നു. പക്ഷേ ഇത്തിരിയോടെ നമ്മൾ ഈജിപ്തിലെ കാര്യം പറയുന്ന പോലെയാണ്. ഈജിപ്തിലെ ഒരു തേർഡ് പേഴ്സൺ പുറമേ നിന്ന് നോക്കുമ്പോൾ മോശയാണോ മന്ത്രവാദിയാണോ മൃഗൻ? രണ്ട് സെയിമാണ്. മോശയും വടി പാമ്പാക്കി, മന്ത്രവാദിയും വടി പാമ്പാക്കി. അപ്പം അത്രയും കണ്ടിട്ട് പോകുന്ന ഒരാൾ പോയിട്ട് പറയും അവിടെ 2 ആൾക്കാരുണ്ട്, ഭയങ്കര ശക്തരായിട്ടുള്ള 2 ആൾക്കാരുണ്ട്. പുറമേ നിന്ന് നോക്കുമ്പോൾ മിക്കവാറും മന്ത്രവാദിയായിരിക്കും കൂടുതൽ സ്മാർട്ട്, നോ ഡൗട്ട്. സാധാരണ ഈ PC സർക്കാരിൻ്റെയൊക്കെ മാജിക്ക് കണ്ടിട്ടുള്ളവർക്ക് അറിയാം, അങ്ങനെയൊക്കെ നല്ല വെൽ ഡ്രസ്ഡും സ്മാർട്ടും സുന്ദരന്മാരും ഒക്കെ ആയിരിക്കും. മോശ സാധാരണ ഇതിലായിരിക്കും. അപ്പോൾ ഇവിടെ എഴുതിയേക്കുന്നത് ഈ പണം നൽകുന്ന സംരക്ഷണവും ദൈവം നൽകുന്ന സംരക്ഷണവും അപ്പേരൻ്റ്ലി ഇനീഷ്യലി സെയിം ആയിട്ട് തോന്നും. പക്ഷെ രണ്ടാമതൊരു കാര്യം പറഞ്ഞേക്കുന്നുണ്ട്, പക്ഷെ ദൈവം നൽകുന്ന സംരക്ഷണത്തോടൊപ്പം എന്തില്ല? അതെ, ദൈവം നൽകുന്ന സംരക്ഷണത്തോടു കൂടി ഇല്ല, എന്തില്ല? ഡെത്തില്ല, ജീവനുണ്ട്. ഈ Proverbs 10:22 വായിക്കുമ്പോൾ അത് ഈ അമിത് ഇന്ന് വായിക്കും. 10:22 ഇംഗ്ലീഷ് ഒന്ന് ശ്രദ്ധിക്കണേ, മലയാളത്തിൽ അങ്ങനെയല്ല, അതുകൊണ്ടാണ്. അതെ, ദൈവം അനുഗ്രഹിക്കുമ്പോൾ ഐശ്വര്യം നൽകും. റിച്ച് എന്ന് പറഞ്ഞ പൈസ ഡോളർ തരുമെന്നല്ല, ദൈവം ഐശ്വര്യം നൽകും, പണവും ഐശ്വര്യം നൽകും. പക്ഷെ ദൈവം ഐശ്വര്യം നൽകുമ്പോൾ അതിൻ്റെ കൂടെ എന്തുണ്ടാവില്ല? സോറോ ഉണ്ടാവില്ല. അല്ലാത്തുള്ള ഐശ്വര്യത്തിൻ്റെ കൂടെ ടെമ്പററി അതിൻ്റെ പിന്നാലെ നാശം ഉണ്ടാകും എന്നുള്ളത് ഉറപ്പ്, 100% ഉറപ്പായിരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ കണ്ടത് ദേശത്തിനെതിരെ കർത്താവിനൊരു ആരോപണമുണ്ട്. ദേശത്ത് വിശ്വസ്തതയില്ല, നീതിയില്ല, ദൈവജ്ഞാനമില്ല. നമുക്ക് നമ്മൾ മലാക്കി പ്രവചനത്തിൽ കഴിഞ്ഞ ദിവസമൊക്കെ ചിന്തിച്ചതാണ്. നമ്മൾ പറയാറുണ്ട്, എന്താ പറയാറില്ല, പൗരോഹിത്യമൊക്കെ നിന്നുപോയി, അല്ലെങ്കിൽ ദേവാലയത്തിൽ തിരശ്ശീല മുകൾ മുതൽ അടിവരെ കീറിയതോടുകൂടി എന്ത് നിന്നുപോയി? 4 പൗരോഹിത്യം നിന്നുപോയി എന്നാണോ? ലേവ്യ പൗരോഹിത്യം നിന്നുപോയി. ഇന്നുള്ള പൗരോഹിത്യം എന്താ? ഷാജൻ ഓൾഡ് ടെസ്റ്റമെന്റിൽ ഒരു സ്കോളറായി ടോപ്പിക്കിൽ. ഇന്നുള്ള പൗരോഹിത്യം ഏതാ? അല്ല, എല്ലാവരും പുരോഹിതരാ. അപ്പം നമ്മളിത് എന്താ പറയുക, നമ്മുടെ റൈറ്റ്സിനെ കുറിച്ച് നമ്മൾ വളരെ ബോധവാന്മാരാണ്. വി ആർ ഓൾ പ്രീസ്റ്റ്. ഇന്ന് പ്രീസ്റ്റ്ഹുഡ് ഇല്ല, എല്ലാവരും പുരോഹിതരാണ്. പക്ഷേ ഡിമാൻഡ്സ് എന്താ പുരോഹിതരിൽ നിന്ന്? മലാക്കി 2:7 എന്താ ഷാജ ഡിമാൻഡ്സ് എന്താ? അമിത് എന്ന് വായിച്ചു 2:7, മലാക്കി 2:7 അതെ. അപ്പൊ പുരോഹിതന്റെ അധരങ്ങൾ എന്ത് കാത്തു സൂക്ഷിക്കണം? വിജ്ഞാനം കാത്തു സൂക്ഷിക്കണം. പ്രബോധനത്തിനായിട്ട് ജനം തിരിയേണ്ടത് അയാളിലേക്കാണ്.
അപ്പോൾ നമ്മൾ ഈ ലെറ്റസ് കം ബാക്ക് ടു ഹോശിയ 4 വരുമ്പോൾ അപ്പോൾ നമ്മൾ ഈ കാര്യം നമ്മുടെ മനസ്സിൽ വെക്കണം. അതായത് പുരോഹിതൻ എങ്ങനെയായിരിക്കണം? നമ്മൾ പുരോഹിത വർഗ്ഗമാണ്, പുരോഹിതരാണെന്ന് ക്ലെയിം ചെയ്യും. പക്ഷെ നമ്മൾ വിജ്ഞാനം കാത്തു സൂക്ഷിച്ചില്ലെങ്കിൽ നമ്മൾ അവിടെ കണ്ടെന്താ ദേശത്തിനെതിരെ ഒരാരോപണമുണ്ട്. ജനത്തിനിടയിൽ എന്തില്ല? ദൈവജ്ഞാനം ഇല്ല. അപ്പം നമ്മുടെ ഇടയിൽ ഇപ്പം നോക്ക്, നമുക്ക് ദൈവത്തെക്കുറിച്ചുള്ള ജ്ഞാനം ഇല്ല എങ്കിൽ കർത്താവ് ഇതേ ആരോപണം നമ്മളെക്കുറിച്ചും പറയും. അപ്പോൾ ഇവിടെ 4-ാം അധ്യായത്തിൽ അതിൻ്റെ 5-ാം സെൻറ്റൻസ് വായിക്കുമ്പോൾ, അതായത് ഹോശിയ 4 തുടങ്ങി വായിച്ചോ. അല്ല, അതിൻ്റെ അല്ലയോ പുരോഹിത എന്നുള്ളത് ഹോശിയ 4 തുടങ്ങി. എന്നാൽ ആരും വിവാദത്തിന് ഒരുങ്ങാതിരിക്കട്ടെ, ആരും കുറ്റാരോപണം നടത്താതിരിക്കട്ടെ. അല്ലയോ പുരോഹിത, എന്റെ കലഹം നിന്നോടാണ്. നീ രാവും പകൽ ഇടറി വീഴും, പ്രവാചകനും നിന്നോടൊപ്പം ഇടറി വീഴും. നിന്റെ അമ്മയെ ഞാൻ നശിപ്പിക്കും. എന്റെ ജനം അറിവില്ലായ്മ മൂലം നശിപ്പിക്കപ്പെടുന്നു. നീ അറിവ് തള്ളിക്കളഞ്ഞതിനാൽ ഞാൻ നിന്നെ എന്റെ പുരോഹിത സ്ഥാനത്ത് നിന്ന് തള്ളിക്കളയുന്നു. നീ നിന്റെ ദൈവത്തിന്റെ നിയമം വിസ്മരിച്ചതുകൊണ്ട് ഞാനും നിന്റെ സന്തതികളെ വിസ്മരിക്കും. മതി. അവിടെ പറഞ്ഞേക്കുന്ന ഒരു കാര്യം അതായത് എനിക്ക് ആരോപണമുള്ളത് നിന്നോടാണ്. ആരോട്? അതായത് പ്രവാചകൻ പുരോഹിതരെ അഡ്രസ്സ് ചെയ്തിട്ട് പറയാം. ഇത് ഓൾഡ് ടെസ്റ്റമെന്റ് ടൈമിൽ അന്ന് അവർക്ക് ലേവിയോ ട്രൈബിലുള്ളവരെ മാത്രമായിരുന്നു ബാധിക്കുള്ളൂ. യഹൂദക്കാരനും ബെഞ്ചമിൻകാരനും അവനൊന്നും ഇതിനെക്കുറിച്ച് ഭയപ്പെടേണ്ട ആവശ്യമില്ലായിരുന്നു. നമ്മളെ സംബന്ധിച്ച് ദിസ് ഈസ് ടു ഈച്ച് ആൻഡ് എവരി വൺ ഓഫ് us. നമുക്ക് ദൈവജ്ഞാനത്തിൽ നമ്മൾ വളർന്നിട്ടില്ലെങ്കിൽ അതിൻ്റെ റീസൺ നമ്മൾ ആദ്യം ചിന്തിച്ചതാണ്. നമ്മൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് നമ്മുടെ ജീവിതത്തെ വിട്ടുകൊടുത്തിട്ടില്ല, പാപബോധം വന്നിട്ടില്ല, പാപത്തെ വെറുക്കുന്നില്ല, നമ്മൾ ലോകത്തെ സ്നേഹിക്കുന്നു. ഈ ലോകത്തിൻ്റെ കറപ്ഷനിൽ നിന്ന്, അല്ലെ മോഹങ്ങളാലുള്ള കറപ്ഷനിൽ നിന്ന് നമ്മുടെ മനസ്സിനെ സ്വതന്ത്രമാക്കുന്നില്ല. കാരണം വിജ്ഞാനം ദൈവത്തിന് തരാൻ പറ്റും, നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റത്തില്ല. ബൈബിൾ നമുക്ക് പഠിക്കാൻ പറ്റും. പക്ഷെ ബൈബിൾ പഠിച്ച് അല്ലെങ്കിൽ മറിഞ്ഞിരിക്കുന്ന നിധി എന്ന പോലെ നമ്മൾ ദൈവത്തിൻ്റെ വചനത്തെ സ്റ്റഡി ചെയ്യുമ്പോൾ ദൈവജ്ഞാനം തരുന്നു. പക്ഷെ നമുക്ക് ദൈവജ്ഞാനം ഇല്ലെങ്കിൽ ഈ ആരോപണം നമ്മുടെ മേൽ ദൈവത്തിനുണ്ട്. എന്താ ഇവിടെ പറഞ്ഞേക്കുന്നത്? എനിക്ക് ആരോപണം പുരോഹിതനോടാണ്. 6-ാം സെൻറ്റൻസ്, എൻ്റെ ജനം അറിവില്ലായ്മ മൂലം നശിപ്പിക്കപ്പെടുന്നു. അതായത് ജനത്തിന് അറിവ് പകർന്നു കൊടുക്കേണ്ടവൻ പുരോഹിതനാണ്. എന്നിട്ട് നീ അറിവ് കളഞ്ഞതിനാൽ ഞാൻ നിന്നെ എൻ്റെ പുരോഹിത സ്ഥാനത്ത് നിന്ന് തള്ളിക്കളയും. നോക്കുക, നമ്മുടെ ജീവിതത്തിൽ ഈ ദൈവം എക്സ്പെക്റ്റ് ചെയ്യുന്നു. കാരണം പലർക്കും പല രീതിയിൽ നിന്ന് പല അളവിലായിരിക്കും ദൈവം എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ദൈവം എക്സ്പെക്റ്റ് ചെയ്യുന്ന ദൈവജ്ഞാനത്തിൽ നമ്മൾ എത്തിയിട്ടില്ലെങ്കിൽ നമുക്കറിയില്ല ആരിൽ നിന്ന് ദൈവം എന്താ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ദൈവം എക്സ്പെക്റ്റ് ചെയ്യുന്ന ദൈവജ്ഞാനത്തിൽ നമ്മൾ എത്തിയിട്ടില്ലെങ്കിൽ ഓൾറെഡി ദൈവം ഫോഴ്സേക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ പുരോഹിത വൃത്തിയിൽ നിന്ന് ഞാൻ നിന്നെ തള്ളിക്കളയുന്നു. നമ്മളെന്നും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, ദൈവത്തെ സേവിച്ചാൽ അതിൻ്റെ അനുഗ്രഹം ഒരു തലമുറയിൽ അവസാനിക്കുമോ? അപ്പം ദൈവജ്ഞാനത്തിൽ നമ്മൾ വളരാതെ ദൈവത്താൽ ഫോഴ്സേക്കണായാൽ അതിൻ്റെ സഫറേഴ്സ് ആരൊക്കെയാണ്? അവിടെ എഴുതിയിരിക്കുന്നത് നോക്ക്, നീ നിന്റെ ദൈവത്തിൻ്റെ നിയമം വിസ്മരിച്ചത് കൊണ്ട് 6-ാം സെൻറ്റൻസ് കണ്ടോ? നോക്ക്, മതി, ഞാനും നിന്റെ സന്തതികൾ വിസ്മരിക്കും. നോക്ക്, നമ്മൾ ദൈവജ്ഞാനത്തിൽ വളരാൻ നമ്മൾ ഇപ്പോൾ കല്യാണം കഴിച്ച് പിള്ളേരൊക്കെ ഇല്ലാത്തവരുടെ കാര്യം അവിടെ നിൽക്കട്ടെ, സമയമുണ്ട്. ഇനി ഫാമിലി ആയിട്ട് ജീവിക്കുന്നവർ അവരുടെ മക്കളെക്കുറിച്ച് മക്കൾക്ക് നല്ലത് വരാൻ ആഗ്രഹിക്കാത്ത ഒരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല. അപ്പം ഈ ദൈവത്തിലോട്ട് വന്നു കഴിയുമ്പോൾ മക്കളുടെ ഭാവിയും മക്കളുടെ നന്മയൊക്കെ ഒത്തിരി പാരാമീറ്റേഴ്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടാണ് കിടക്കുന്നത്. ഇവിടെ നോക്ക്, ദൈവജ്ഞാനത്തിൽ വളരാൻ പുരോഹിതനാണെന്ന് അവകാശപ്പെടുന്നവൻ ദൈവജ്ഞാനം ഇല്ലാത്തവനായിട്ട്, ദൈവത്തെക്കുറിച്ചുള്ള അറിവില്ലാത്തവനായിട്ട് ജീവിച്ചാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എഴുതി വെച്ചേക്കുക, ഞാൻ നിൻ്റെ മക്കളെ തള്ളിക്കളയും. നമുക്കറിയാം, അബ്രാഹാം ദൈവത്തെ സേവിച്ചു. അബ്രാഹാം വിശ്വസ്തയോടെ സേവിച്ചതുകൊണ്ട് ഇസഹാക്കിനൊരു ബുദ്ധിമുട്ട് വന്നപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എഴുതിയേക്കുന്നത്, നിന്നെ ഞാൻ കാത്തു സൂക്ഷിക്കും, കാരണം നിൻ്റെ പിതാവായിട്ടുള്ള അബ്രാഹാം എൻ്റെ വചനം കേട്ട് അനുസരിച്ചു. അപ്പോൾ ഇവിടെ പറഞ്ഞേക്കുന്ന ഒരു കാര്യം നമ്മൾ വളരെ ഭയത്തോടെ ഓർക്കണം. ഞാനിങ്ങനെ ചിന്തിക്കും, ഇത് നോക്ക്, നമ്മുടെ കൂട്ടത്തിൽ ഇപ്പം ഇത്ര ആൾക്കാർ നമ്മളെ തന്നെ എടുത്താൽ മതി, നമ്മളെല്ലാം കർത്താവിന് വേണ്ടി ജീവിതം സമർപ്പിച്ചവരാണ്. നോക്ക്, ഇപ്പോൾ പല ജനറേഷനായിട്ട് കർത്താവിൻ്റെ കാലം തുടങ്ങി ഇത് ബൈബിൾ പഠിക്കുന്ന ആൾക്കാരുണ്ട്. അതെല്ലാം കഴിഞ്ഞ് 15-ാം നൂറ്റാണ്ടിൽ റിഫോർമേഷൻ വന്നു. മാർട്ടിൻ ലൂതറിൻ്റെ സമയത്ത് റിഫോർമേഷൻ വന്നു. അന്നാണ് ശരിക്കും പറഞ്ഞാൽ ബൈബിൾ വീണ്ടും ഒന്ന് സ്റ്റഡി ചെയ്ത് തുടങ്ങിയത്. അതിനുശേഷം ഇങ്ങനെ എന്താ പറയുക, ജനറേഷൻ ബൈ ജനറേഷനായിട്ട് ഒത്തിരി പേര് പഠിച്ചു. ഇപ്പോൾ നോക്ക്, ഞാൻ രക്ഷിക്കപ്പെട്ട് 27 വർഷമായി. ഇപ്പോൾ എൻ്റെ കൂടെ ഇരുന്ന് ബൈബിൾ പഠിച്ചാൽ ഞാൻ 27 വർഷം കൊണ്ട് പഠിച്ച കാര്യം ഇവിടെ ഇരിക്കുന്നവർക്ക് 3 മാസം കൊണ്ട് കിട്ടും, അല്ലെ 6 മാസം കൊണ്ട് കിട്ടും. അപ്പം ഇങ്ങനെ ജനറേഷൻസ് ആയിട്ട് ബൈബിൾ പഠിച്ച് റെക്കോർഡഡ് ആയിട്ടുള്ള സ്റ്റഡി ബൈബിളുകളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഞാനിങ്ങനെ ചിന്തിക്കുക, നമ്മുടെ എത്ര ആൾക്കാർ സ്റ്റഡി ബൈബിൾ വെച്ച് ബൈബിൾ പഠിക്കുന്നുണ്ട്?
എനിക്കറിയില്ല ആരുടെയും കാര്യങ്ങൾ. കാരണം ഇത് നമ്മൾ തന്നെ ബൈബിൾ വായിച്ചാൽ പഠിക്കാഞ്ഞിട്ടല്ല, പക്ഷേ ഇത് മുഖാന്തരം ഇതിനകത്ത് പെട്ടെന്ന് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലായി. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പം കർത്താവ് യേശു ക്രിസ്തുവിനെ വെള്ളിയാഴ്ച അല്ല ക്രൂശിച്ചതെന്നുള്ളത് ഞാൻ ഡേറ്റ് സ്റ്റഡി ബൈബിളിൽ നിന്നാണ് ഞാനത് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കിയത്. ഞാൻ തന്നെ എൻ്റെ ഒരുപക്ഷെ ആയുസ് കാലത്ത് മുഴുവൻ നോക്കിയത് ചിലപ്പോൾ മനസ്സിലാവില്ലായിരുന്നു. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നോക്ക്, ഞാനത് നമ്മളാരും അതിനുവേണ്ടി പൈസ മുടക്കാനുള്ള മടി കൊണ്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ഒരു സ്റ്റഡി ബൈബിളിന് ഇപ്പം നമ്മുടെ ഇവിടുത്തെ ചുറ്റുപാടിലാണെങ്കിൽ ആർക്ക് വേണമെങ്കിലും വാങ്ങിക്കാനുള്ള ശേഷിയും പ്രാപ്തിയുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് വാങ്ങിക്കാത്തതെന്ന് എൻ്റെ കൺക്ലൂഷൻ ശരിയായിക്കൊള്ളുന്നില്ല. എന്തുകൊണ്ടാണ് ഈ ഒരു സ്റ്റഡി ബൈബിൾ വാങ്ങിച്ചു വെച്ച് പഠിക്കാത്ത എന്തുകൊണ്ടായിരിക്കും ഷാജ? ദാറ്റ് ഈസ് കറക്റ്റ്. സ്നേഹമില്ല, ദൈവസ്നേഹമില്ല. കർത്താവ് പറഞ്ഞു, പരീശന്മാരെ നോക്കിയിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് ദൈവസ്നേഹം ഇല്ല. പൈസ മുടക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടല്ല, പക്ഷേ അതിനു വേണ്ടി മെനക്കെടുന്നില്ല. ദൈവസ്നേഹം ഇല്ലാത്തതുകൊണ്ട് ഞാൻ പറയാൻ കാരണം, ഈ സ്റ്റഡി ബൈബിളുകളൊക്കെ വെച്ച് പഠിച്ചാൽ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ കൂടുതൽ ഇൻഫർമേഷൻസ് കിട്ടും. ഇപ്പോൾ നമ്മളിപ്പോൾ പറക്കുന്ന വിമാനം, റൈറ്റ് ബ്രദേഴ്സ് വിമാനം കണ്ടുപിടിച്ച് ആ വിമാനത്തിലല്ല നമ്മൾ പറക്കുന്നത്. ആദ്യത്തെ വിമാനം കണ്ട് 150 അടിയെ പറന്നുള്ളൂ. ഇപ്പം നമ്മൾ പറക്കുന്ന ജെറ്റ് വിമാനം അതുമായിട്ട് ഒരു ബന്ധമില്ല. സെയിം വേ ഈ ബൈബിളിനെ കുറിച്ച് എന്താ പറയുന്നത്, തലമുറകളായിട്ട് ഇതിൽ നിന്ന് പഠിച്ചതും ഇതിൽ നിന്ന് മനസ്സിലാക്കിയ കാര്യങ്ങളൊക്കെ ക്രോഡീകരിച്ച് നമുക്ക് റെഡിമെയ്ഡായിട്ട് കിട്ടുന്ന സ്റ്റഡി ബൈബിളുകൾ പലതും നമുക്കങ്ങനെ കിട്ടും. ഇപ്പം ഞാൻ രക്ഷിക്കപ്പെട്ടപ്പോൾ, ഞാൻ എൻ്റെ കാര്യം ഞാൻ ഓർക്കും ചെയ്തേ, ഞാൻ രക്ഷിക്കപ്പെട്ടപ്പോൾ ഞാൻ അന്നങ്ങനെ മനസ്സിലാക്കിയെടുത്തോളം ഏറ്റവും നല്ല സ്റ്റഡി ബൈബിളായിട്ട് മനസ്സിലാക്കിയത് ഡെയ്സ് ബൈബിളായിരുന്നു. ഡെയ്സ് ബൈബിള് വാങ്ങിക്കണമെന്ന് എനിക്ക് വലിയ ആഗ്രഹം. പക്ഷേ അന്ന് ഞാൻ ജോലിക്ക് ജോയിൻ ചെയ്തപ്പോൾ 1500 രൂപ ശമ്പളം, ഡെയ്സ് ബൈബിളിന് 3000 രൂപ വില, വാങ്ങിക്കാൻ പൈസയില്ല. അപ്പോൾ എൻ്റെ ജീവിതത്തിലെ വലിയ ആഗ്രഹമായിരുന്നു എനിക്കൊരു ഡെയ്സ് ബൈബിൾ വാങ്ങിക്കണം. നോക്ക്, ഞാനിപ്പോൾ പറയുന്ന കാരണം ആ ഡെയ്സ് ബൈബിളിന് ഇന്നും 3000 രൂപ വിലയുള്ളൂ. നമ്മുടെ പലരുടെയും കയ്യിൽ നല്ലൊരു സ്റ്റഡി ബൈബിൾ ഇല്ലാത്തതിനെ കുറിച്ചൊന്ന് ചിന്തിക്കാൻ വേണ്ടി ഞാൻ പറയുന്ന. അപ്പം ഞാനിത് ആഗ്രഹിച്ചു. കാരണം 2 മാസത്തെ ശമ്പളം എടുത്തൊരു ഡെയ്സ് ബൈബിൾ വാങ്ങിക്കാൻ പറ്റില്ല. കാരണം അതാത് മാസം അങ്ങ് തട്ടി ഉരുട്ടി പോയിക്കൊണ്ടിരിക്കുക. അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് ബോണസ് കിട്ടിയപ്പോൾ ഞാൻ ആദ്യം വാങ്ങിച്ച ഡെയ്സ് ബൈബിളാണ്. ഞാൻ രക്ഷിക്കപ്പെട്ട കാലങ്ങളിൽ എന്താ പറയുന്നത്, ഊണും ഉറക്കവും ഒഴികെയുള്ള കംപ്ലീറ്റ് സമയം 100% ടൈം ഞാൻ ബൈബിൾ വായിക്കുമായിരുന്നു. ആ പ്രാക്ടീസ് ആസ് ഓൺ ടുഡേ സ്റ്റിൽ ഐ കണ്ടിന്യൂ. കാരണം ഈ ദൈവത്തെക്കുറിച്ചുള്ള ജ്ഞാനം നമ്മൾ വിചാരിക്കുന്ന പോലെ ബൈബിൾ ജ്ഞാനവും ദൈവജ്ഞാനവും രണ്ടാണ്. നമ്മുടെ ക്യൂരിയോസിറ്റി, തേഴ്സ്റ്റ്, നമ്മുടെ ആഗ്രഹം, നമ്മുടെ ജീവിതത്തിലെ പ്രയോറിറ്റീസ്, ഇതെല്ലാം നോക്കിയിട്ട് ദൈവത്തിൻ്റെ ജ്ഞാനം നമുക്ക് തരും. അപ്പോൾ ഞാനിങ്ങനെ ചിന്തിച്ചപ്പോൾ നമ്മുടെ ആൾക്കാർ ഒരു സ്റ്റഡി ബൈബിൾ പോലും, അല്ലെങ്കിൽ നോക്ക്, ഇപ്പോൾ ബൈബിൾ ക്ലാസ്സിന് ഒരു കുറിപ്പ് എഴുതിയെടുക്കുന്നവർ പോലും കാണത്തില്ല. താല്പര്യമില്ല ദൈവത്തിൻ്റെ കാര്യത്തിൽ. ദൈവത്തിൻ്റെ കാര്യം ഇവിടെ നമ്മൾ വായിച്ചു, നിങ്ങൾ ദൈവത്തിൻ്റെ വചനം തിരസ്കരിച്ചതുകൊണ്ട്, വിസ്മരിച്ചതുകൊണ്ട്, താല്പര്യം എടുക്കാത്തതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറഞ്ഞേക്കുന്നത് എന്ത് കളി കളയുക? നിങ്ങളുടെ സന്തതികളെ വിസ്മരിക്കുന്നു. നോക്കാം, ദൈവത്തിൻ്റെ വചനത്തിൽ സെറ്റ് ഡൗൺ പാറ്റേൺസ് ഉണ്ട്. എല്ലാ കാര്യത്തിനും പാറ്റേൺ ഉണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചതാ, രണ്ട് ദിനവൃത്താന്തം 24:20 എടുക്കണ്ട. നിങ്ങൾക്ക് അഭിവൃദ്ധി വരാൻ കഴിയാതാകുമാറ് നിങ്ങൾ യഹോവയുടെ വചനത്തെ തിരസ്കരിക്കുന്നത് എന്ത്? യഹോവയുടെ വചനത്തെ തിരസ്കരിക്കുന്ന ഹ്യൂമൻ ലൈഫിൽ ഐശ്വര്യം ഉണ്ടാകത്തില്ല. നെവർ. സ്വപ്നം കണ്ടിട്ട് കാര്യമില്ല. കർത്താവിൻ്റെ വചനത്തെ ഞാൻ പറഞ്ഞില്ലേ, മറഞ്ഞിരിക്കുന്ന നിധി എന്ന പോലെ ജീവിതത്തിൽ, ജെറമ്യ പറഞ്ഞു, എൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ഡിലൈറ്റ് ദൈവത്തിൻ്റെ വചനമാണ്. അങ്ങനെ ദൈവത്തിൻ്റെ വചനത്തിന് ഏറ്റവും വലിയ സാധനം ജീവിതത്തിൽ കൊടുത്തു കഴിഞ്ഞപ്പോൾ ദൈവജ്ഞാനം, ദൈവം അവരുടെ ഹൃദയങ്ങളിലോട്ട് ചൊരിഞ്ഞു എന്ന് പറഞ്ഞ പോലെ തന്നെ. അപ്പോൾ ഈ ദൈവജ്ഞാനത്തിൽ നമ്മൾ വളരേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചോടെ നമ്മളൊന്ന് അറിയേണ്ട കാര്യം, നമ്മളാദ്യം ചിന്തിച്ച കാര്യം, ദൈവജ്ഞാനത്തിൽ വളരുമ്പോൾ, അതായത് കൃപയിൽ വളരുമ്പോൾ ദൈവജ്ഞാനത്തിൽ വളരും. ദൈവജ്ഞാനത്തിൽ വളരുമ്പോൾ അതിൻ്റെ റിസൾട്ട് എന്താ? നമ്മൾ ചിന്തിച്ച കാര്യം, ദൈവജ്ഞാനത്തിൽ വളരുമ്പോൾ റിസൾട്ട് എന്താ? അതെ, പുത്രനെ പോലെ, അതായത് ദൈവിക പ്രകൃതിയിൽ നമ്മൾ പങ്കാളികളായിത്തീരും. നമ്മളെല്ലാം ആദാമിക് നേച്ചർ, ആദത്തിൻ്റെ മുഖച്ചായല, ആദത്തിൻ്റെ സ്വഭാവ. പക്ഷേ കൃപയിൽ വളർന്ന് ദൈവജ്ഞാനത്തിൽ വളരുമ്പോൾ നമ്മുടെ മുഖച്ചായൽ എങ്ങനെ മാറും? അതായത് ദൈവിക പ്രകൃതിയിലോട്ട്, അല്ലെ ഡിവൈൻ നേച്ചർ നമ്മുടെ ജീവിതത്തിൽ വരും. ഡിവൈൻ നേച്ചർ നമ്മുടെ ജീവിതത്തിൽ വരും. ഇത് ആ ഒരളവിലേ ഉണ്ടാകത്തുള്ളൂ. ഈ കൊളോസ്യ ലേഖനം 3:10 വായിക്കുമ്പോൾ ശ്രദ്ധിക്കണേ, നമ്മൾ കൊളോസ്യ ലേഖനം 3:10 വായിക്കുമ്പോൾ
പുതിയ പ്രവൃത്തി സ്വീകരിച്ചിരിക്കുന്നു. ഇത് ജ്ഞാനത്തിൽ സൃഷ്ടാവിന്റെ ഛായ നവീകരിച്ച് കൊണ്ടിരിക്കുന്നു. അതെ, ഇത് ജ്ഞാനത്തിൽ സൃഷ്ടാവിൻ്റെ ഛായയിൽ നവീകരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പം നമ്മൾ പുതിയ പ്രകൃതി സ്വീകരിച്ചവരാ. ഇതെങ്ങനെയാണ് ട്രാൻസ്ഫോർമേഷൻ എങ്ങനെയാണെന്ന് എഴുതിയേക്കുന്നത്? അതായത് 3:10 ഞാൻ ഇംഗ്ലീഷിൽ നിന്ന് വായിച്ച് ഇച്ചിരിയുടെ മനസ്സിലാവും. ആൻഡ് ഹാവ് പുട്ട് ഓൺ ദി ന്യൂ മാൻ വിച്ച് ഈസ് റിന്യൂഡ് ഇൻ നോളജ് ആഫ്റ്റർ ദി ഇമേജ് ഓഫ് ഹിം ദാറ്റ് ക്രിയേറ്റഡ് ഹിം. അപ്പം നമ്മൾ ആഫ്റ്റർ ദി ഇമേജ് ഓഫ് ഹിം ഹൂ ക്രിയേറ്റഡ് അസ്, നമ്മൾ സൃഷ്ടിച്ച സൃഷ്ടാവിൻ്റെ ഛായയിലേക്ക് നമ്മൾ ട്രാൻസ്ഫോം ചെയ്തുകൊണ്ടിരിക്കുക. എങ്ങനെയാണ്? അതെ, ഇൻ ദി നോളജ് വിച്ച് ഈസ് റിന്യൂഡ് ഇൻ നോളജ് അക്കോർഡിംഗ് ടു, അല്ലെങ്കിൽ ആഫ്റ്റർ ദി ഇമേജ്. അപ്പോൾ നമ്മൾ ദൈവിക ജ്ഞാനത്തിൽ വളരുന്ന അളവിൽ നമ്മുടെ ഇമേജ് അങ്ങോട്ട് മാറിക്കൊണ്ടിരിക്കുക, ദൈവിക പ്രകൃതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുക. നമുക്ക് രക്ഷിക്കപ്പെടുന്ന ഒരു മനുഷ്യന് എല്ലാ ഫസ്റ്റ് പീറ്റർ 2:1 എടുക്കണ്ട, അല്ലാതെ തന്നെ അറിയാവുന്ന കാര്യമാണ്. സകല വഞ്ചനയും സകല കാപട്യവും ഒന്ന് വായിക്കുക. സെക്കൻഡ് പീറ്റർ അല്ല, ഫസ്റ്റ് പീറ്റർ 2:1 സത്യവേദ സ്ഥിതി ഒന്ന് വായിച്ചു. ഫസ്റ്റ് പീറ്റർ 2:1 ഒന്ന് വായിച്ചില്ല, എനിക്ക് വായിച്ചു. അപ്പം നിൽക്കുക. അപ്പം നമ്മൾ രക്ഷിക്കപ്പെടുന്ന സമയത്ത് കണ്ടീഷൻ ഇതാ. അതിന് മുമ്പ് പറഞ്ഞേക്കുന്നത് ആകയാൽ നവജാതരായ ശിശുക്കളെ പോലെ. ജസ്റ്റ് രക്ഷിക്കപ്പെടുന്ന സമയത്ത് ഈ രക്ഷിക്കപ്പെട്ട മനുഷ്യനും പെടാത്ത മനുഷ്യനും തമ്മിൽ ക്യാരക്ടറിൽ ഒരു വ്യത്യാസമില്ല. കാരണം ജസ്റ്റ് കുരിശ കിടന്ന കള്ളൻ രക്ഷിക്കപ്പെട്ടു, അവനപ്പോൾ ഒരു ട്രാൻസ്ഫോർമേഷനും നടന്നിട്ടില്ല. അതുകൊണ്ട് ഫിലിപ്പി ലേഖനത്തിലൊക്കെ പറയുന്ന വർക്കൗട്ട് യുവർ സാൽവേഷൻ വിത്ത് ഫിയർ ആൻഡ് ട്രെംബ്ലിങ്. വർക്കൗട്ട് ചെയ്യണം. കാരണം ഈ രക്ഷിക്കപ്പെടുന്ന സമയത്ത് എന്താ ഇല്ലെങ്കിൽ ഒന്നുകൂടെ വായിച്ച്, സകല ദുഷ്ടതയും ചതിവും വ്യാജഭാവവും അസൂയയും എല്ലാ നുണയും. അതെ, അപ്പൊ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, രക്ഷിക്കപ്പെടുന്ന സമയത്ത് ടോട്ടലി ആദാമിക് നേച്ചർ, എല്ലാ വഞ്ചന, കള്ളത്തരം, കാപട്യം, വ്യാജഭാവം, നമ്മൾ ദൈവികരാണെന്ന് കാണിക്കാൻ വേണ്ടി പലതും ചെയ്യും, എല്ലാം ഉണ്ട്, വ്യാജഭാവങ്ങളെല്ലാം ഉണ്ട്. അത് നമ്മൾ ആസ് യു ആർ ഗ്രോയിങ് ഇൻ ദി നോളജ് ഓഫ് ദി ലോർഡ്. നോക്ക് നമ്മൾ കർത്താവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വളരുന്ന അളവിൽ നമ്മൾ എന്ത് സംഭവിക്കുന്നു? നമ്മൾ വായിച്ചേ, സൃഷ്ടാവിൻ്റെ ഛായയിലേക്ക് നമ്മൾ ട്രാൻസ്ഫോംഡ് ആയിക്കൊണ്ടിരിക്കും. അതൊരു ബേസിക് നേച്ചറാണ്. ഈ 115 സങ്കീർത്തനം എടുക്കുമ്പോഴേ ഒരു എന്താ പറയുന്നത്, ഒരു സെക്കുലർ സ്റ്റേറ്റ്മെൻറ്റ് അതിൽ നമുക്ക് കാണാൻ പറ്റും. ഒരു ജനറൽ നേച്ചർ 115 സങ്കീർത്തനം എടുക്കുമ്പോൾ 115 നമുക്കറിയാവുന്ന സ്ഥലം, അതിൻ്റെ 3 തുടങ്ങി ഒന്ന് വായിക്കാം. 115 3 തുടങ്ങി വായിക്കുമ്പോൾ വായിച്ചോ. നമ്മുടെ ദൈവ സ്വർഗത്തിലുണ്ട്, തനിക്ക് ഇഷ്ടമുള്ളതൊക്കെയും അവൻ ചെയ്യുന്നു. അവരുടെ വിഗ്രഹങ്ങൾ വെള്ളിയും സ്വർണവുമാണ്, മനുഷ്യകാരങ്ങളുടെ സൃഷ്ടികൾ. അവയ്ക്ക് വായുണ്ട് പക്ഷെ സംസാരിക്കുന്നില്ല, കണ്ണുണ്ട് പക്ഷെ കാണുന്നില്ല, കാതുണ്ട് പക്ഷെ കേൾക്കുന്നില്ല, മൂക്കുണ്ട് പക്ഷെ മണത്തറിയുന്നില്ല, കൈയുണ്ട് പക്ഷെ സ്പർശിക്കുന്നില്ല, കാലുണ്ട് പക്ഷെ നടക്കുന്നില്ല. അവയുടെ കണ്ഠത്തിൽ നിന്ന് സ്വരമേ പുറപ്പെടുന്നില്ല. അവയെ നിർമ്മിക്കുന്നവരും അവയെ പോലെയാണ്, അവയിൽ ആശ്രയം അർപ്പിക്കുന്നവരെല്ലാം അങ്ങനെ തന്നെ. കണ്ടോ, അവയെ നിർമ്മിക്കുന്നവരും അവയെ പോലെയാണ്, അവയിൽ ആശ്രയം അർപ്പിക്കുന്നവരും അങ്ങനെ തന്നെയാവും. അപ്പം നമ്മൾ അറിയേണ്ട ഒരു കാര്യം, നമ്മൾ ആരാധിക്കുന്ന ദൈവത്തിൻ്റെ ക്യാരക്ടറിലേക്ക് നമ്മൾ മാറും. ഇതൊരു ജനറൽ പ്രിൻസിപ്പിളാണ്. നമ്മളിപ്പം നോക്ക്, ഒരു ക്രൂരനായിട്ടുള്ള ദൈവത്തെ പിൻപറ്റുന്നതെങ്കിൽ നമുക്ക് ആ നേച്ചർ വരും. നമ്മൾ പറയാറുള്ള കാര്യം, രാജീവ് ഗാന്ധിയെ ബോംബ് വെച്ച് പൊട്ടിച്ച ആൾക്കാർ ബോംബ് വെച്ച് പൊട്ടിച്ചിട്ട് ആദ്യം അവർ പോയത് തിരുപ്പതിയിലാണ് പോയത്. ഉപകാരസ്മരണ, അതായത് ഉദ്ദിഷ്ട കാര്യം സാധിച്ചതിന് ഉപകാരസ്മരണ. അവരുടെ ദൈവത്തെക്കുറിച്ച്, ശത്രു സംഹാരം നടത്തുന്ന ഒരു ദൈവത്തെക്കുറിച്ച് അവർ മനസ്സിലാക്കി, അല്ലെങ്കിൽ എതിരാളികളെ കൊന്നൊടുക്കുന്ന ഒരു ദൈവം. അതുകൊണ്ട് ആ ദൈവത്തിൻ്റെ അടുത്തേക്ക് പോയി. ഇപ്പോൾ ഇസ്ലാമിൽ നിന്ന് രക്ഷിക്കപ്പെട്ട ഒരു ആളെ എനിക്കറിയായിരുന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെ കൂടെ പലപ്പോഴും ഇരുന്നിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും തെറ്റ് ചെയ്ത കാര്യമൊക്കെ പറയുമ്പോൾ ഇങ്ങൾക്ക് ദേഷ്യം വരും, അവൻ്റെ കൈവിരൽ മുറിച്ച് കളയണമെന്ന് പറയും. ഞാൻ പറഞ്ഞു, ഇങ്ങനെ രക്ഷിക്കപ്പെട്ടിട്ട് ഇങ്ങനെ കർത്താവിൻ്റെ ആത്മാവ് വന്നിട്ട് ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ പറയാം, അവൻ്റെ കൈവിരൽ മുറിച്ച് കളയണം. നോക്ക്, ദാറ്റ് ഈസ് ഗോഡ് ഓഫ് ഇസ്ലാം. ഇസ്ലാമിൻ്റെ ഗോഡ് ഏതാ പറയുന്നത്? വ്യഭിചാരം ചെയ്യുന്നവനെ കല്ലെറിഞ്ഞ് കൊല്ലണം, അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ സ്പിരിറ്റ് അതാ, കൈ വെട്ടിക്കളയണം, കാല് വെട്ടിക്കളയണം. അപ്പം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, നമ്മൾ കർത്താവിനെക്കുറിച്ച് അറിയുന്ന അളവിൽ നമ്മുടെ ജീവിതത്തിൽ ട്രാൻസ്ഫോർമേഷൻ വന്നുകൊണ്ടിരിക്കും. ഇപ്പോൾ നമ്മൾ രക്ഷിക്കപ്പെട്ടവരെല്ലാം നമ്മളെല്ലാം ഒരു ദൈവത്തെ സേവിക്കുന്നത്, സംശയമില്ല. പക്ഷെ നമുക്ക് ദൈവത്തെക്കുറിച്ചുള്ള അറിവ് ഒരുപോലെയാണോ എല്ലാവർക്കും? അല്ല. ഇപ്പം ബൈബിളിൽ ഞാനിന്ന് ചിന്തിച്ച കാര്യങ്ങളാണ്. പഴയ നിയമത്തിലെ ആൾക്കാർ തന്നെയാണ്
രണ്ട് പേഴ്സണാലിറ്റീസ്. ജോസഫ് സേവിച്ച ദൈവത്തെ തന്നെ ആര് സേവിച്ച്? ദാവീദും സേവിച്ച്. പക്ഷെ കാരണം ജോസഫ് ദാവീദിന് മുമ്പുള്ള മനുഷ്യനാണ്, അല്ലെങ്കിൽ നിയമത്തിന് മുമ്പുള്ള മനുഷ്യനാണ്. പക്ഷെ ജോസഫിൻ്റെ ജീവിതത്തിൽ ഉൽപ്പത്തി 50 അധ്യായം എടുക്കുമ്പോൾ ഉൽപ്പത്തി 50 അധ്യായത്തിൽ അതിൻ്റെ 15 തുടങ്ങിയൊന്ന് വായിക്കാം. പിതാവ് മരിച്ചതിന് ശേഷം യോസഫിന്റെ സഹോദരന്മാർ പരസ്പരം പറഞ്ഞു, ഇനി ഇപ്പോൾ യോസഫ് നമ്മെ വെറുക്കുമായിരിക്കും. നാം അയാളോട് ചെയ്ത ദ്രോഹങ്ങൾക്ക് അയാൾ പ്രതിക്രിയ ചെയ്യാൻ ഒരുങ്ങി എന്നും വരാം. അതുകൊണ്ട് അവർ യോസഫിന് ഇങ്ങനെ ഒരു സന്ദേശം കൊടുത്തയച്ചു. മരിക്കുന്നതിന് മുൻപ് നിന്റെ പിതാവ് ഇങ്ങനെ ഞങ്ങളോട് കൽപ്പിച്ചിരുന്നു, യോസഫിനോട് ഇങ്ങനെ പറയുക, നിന്റെ സഹോദരന്മാർ നിന്നോട് ദ്രോഹം പ്രവർത്തിച്ചു, അവരുടെ അതിക്രമങ്ങളും പാപങ്ങളും അവരോട് ക്ഷമിക്കണമെന്ന് ഞാൻ നിന്നോട് അപേക്ഷിക്കുന്നു. അതുകൊണ്ട് നിന്റെ പിതാവിന്റെ ദൈവത്തിന്റെ ദാസരായ ഞങ്ങളുടെ അതിക്രമങ്ങൾ ക്ഷമിക്കണം എന്ന് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. അവരുടെ വാക്ക് കേട്ട് യോസഫ് കരഞ്ഞു. യോസഫിന്റെ സഹോദരന്മാർ നേരിട്ട് വന്ന് സാഷ്ടാംഗം വീണു വണങ്ങി അയാളോട് പറഞ്ഞു, ഇതാ ഞങ്ങൾ നിന്റെ ദാസന്മാർ. യോസഫ് അവരെ സമാശ്വസിപ്പിച്ചു, നിങ്ങൾ ഭയപ്പെടേണ്ട. ഞാൻ എന്താ ദൈവത്തിന്റെ സ്ഥാനത്താണോ? നിങ്ങൾ എന്നോട് തിന്മ പ്രവർത്തിക്കാൻ ശ്രമിച്ചു, എന്നാൽ ദൈവം അതിനെ ഇന്ന് കാണും പോലെ അനേക ജനതകളുടെ ജീവൻ നിലനിർത്തുക എന്ന നന്മയ്ക്കായി ഉപയോഗപ്പെടുത്തി. അതുകൊണ്ട് നിങ്ങൾ ഭയപ്പെടേണ്ട, ഞാൻ നിങ്ങൾക്കും നിങ്ങളുടെ കുഞ്ഞുകുട്ടികൾക്കും വേണ്ടത് തന്നുകൊള്ളാം. അയാൾ അവരെ ഇങ്ങനെ സമാശ്വസിപ്പിക്കുകയും ധൈര്യപ്പെടുത്തുകയും ചെയ്തു. കണ്ടോ, ജോസഫ് നോക്ക് ദാവീദിന് മുമ്പുള്ള മനുഷ്യനാണ്. പറഞ്ഞത് രണ്ടുപേരും ദൈവികരാണ്, ദൈവത്തെ സേവിക്കുന്നവരാണ്, ദൈവം അപ്രൂവ് ചെയ്ത രണ്ട് മനുഷ്യരാണ്. പക്ഷെ രണ്ടുപേർക്കും ദൈവത്തെക്കുറിച്ചുണ്ടായിരുന്ന നോളജ്. ഇവിടെ ജോസഫിൻ്റെ അടുത്ത് നമുക്ക് പിതാവ് മരിച്ചു കഴിഞ്ഞപ്പോൾ, ഇസ്രായേൽ മരിച്ചു കഴിഞ്ഞപ്പോൾ ഇവർ വിചാരിച്ചു അപ്പനുണ്ടായിരുന്നുകൊണ്ടാണ് ജോസഫ് സ്നേഹം കാണിച്ചപ്പോൾ അപ്പം മരിച്ചു കഴിഞ്ഞപ്പോൾ പ്രതികാരം ചെയ്യാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞൊരു എഴുത്ത് കൊടുത്തു വിട്ടപ്പോൾ ജോസഫ് അത് വായിച്ചപ്പോൾ ഫസ്റ്റ് റെസ്പോൺസ് ഹി ക്രൈഡ് ബിറ്റർലി, തകർന്നു. അതായത് ജോസഫിൻ്റെ ഹൃദയത്തിൽ ഒരു പിണക്കത്തിൻ്റെ ഒരു തരിമ്പ് പോലും ഹൃദയത്തിലുണ്ടായിരുന്നില്ല. ജോസഫ് പറയും, നിങ്ങളല്ല എന്നെ ഉപദ്രവിച്ചത്, നിങ്ങളല്ല എന്നെ പിടിച്ച് കിണറ്റിലിട്ടത്, നിങ്ങളല്ല എന്നെ ഇസ്മായിലിയർക്ക് വിറ്റത്, നിങ്ങൾ മുഖാന്തരമല്ല ഞാൻ പൊത്തിഫറിൻ്റെ ഭവനത്തിൽ വന്നത്. ദൈവം മറ്റനേകരുടെ നന്മയ്ക്ക് വേണ്ടി, നമ്മുടെ എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടി ദൈവമാണ് ഇത് ചെയ്തത്. നോക്ക്, നമുക്ക് ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം, നമ്മൾ ഇതിനേക്കാളൊക്കെ ഒത്തിരി ഇങ്ങോട്ട് കടന്നു വന്ന് പുതിയ നിയമത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജീവൻ, ദൈവത്തെക്കുറിച്ച് ഇവർക്കാർക്കും ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം വ്യക്തമായിട്ടില്ല. കാരണം ദൈവത്തെ വെളിപ്പെടുത്തിയത് കർത്താവായ യേശു ക്രിസ്തു. അങ്ങനെ നമ്മൾ വായിക്കുന്ന യോഹന്നാൻ 1:18 വായിക്കുക, പിതാവിൻ്റെ പക്ഷത്തിലിരിക്കുന്ന ദൈവം തന്നെയായ പുത്രനാണ് ദൈവത്തെ മനുഷ്യവർഗത്തിന് കാണിച്ചു കൊടുത്തത്. അതിനു മുമ്പ് ഇങ്ങനെ ഭാഗമായിട്ടും ചെറിയൊരു ഗ്ലിംസ് ആയിട്ടുള്ള നോളജ് ഉണ്ടായിരുന്നുള്ളൂ ദൈവത്തെക്കുറിച്ച്. ആ ജോസഫ് പറയുവാണ്, ഇപ്പം നമ്മുടെ ജീവിതത്തിൽ നമ്മളോട് ഒരാൾ ഉപദ്രവം ചെയ്ത ആളോട് നമുക്കുള്ള ആറ്റിറ്റ്യൂഡ്, ഇതെല്ലാം വെളിപ്പെട്ട് ജീവിക്കുന്നവരാണ് നമുക്ക്. ദൈവത്തിൻ്റെ വചനം സ്റ്റോപ്പായി. റെവലേഷൻ 22 ദൈവത്തിൻ്റെ വചനവും അവസാനിച്ചു. എന്നിട്ട് നമ്മളോട് ഒന്ന് ചിന്തിച്ച് നോക്കൂ, ലോങ് ബാക്ക് നമ്മളോട് ആരെങ്കിലും എന്തെങ്കിലും ഒരു പക അല്ലെ എന്തെങ്കിലും നമുക്കൊരു ഉപദ്രവം ചെയ്ത ആളോട് നമുക്കിന്നുണ്ടായിരിക്കുന്ന ഹൃദയ ആറ്റിറ്റ്യൂഡ്, അല്ലെ നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു ബുദ്ധിമുട്ട് വരുത്തിയ ഒരാൾ, ആ ബുദ്ധിമുട്ട് ദൈവം എൻ്റെ ജീവിതത്തിൽ അനുവദിച്ചതാണ്, എൻ്റെ ആത്മീയ വർധനവിന് വേണ്ടി ദൈവം അനുവദിച്ചതാണ്, എൻ്റെ ബെറ്റർ ലൈഫിന് വേണ്ടി ദൈവം അനുവദിച്ചതാണെന്നാണോ, അതോ ആ കോസിനെ പഴിയാരുമാണോ ചെയ്യുന്നത്? അത് നമ്മൾ ചിന്തിച്ച പോയിൻ്റെതാ. ദൈവത്തെ നമ്മൾ സേവിക്കുന്ന ദൈവത്തിൻ്റെ ഛായയിലോട്ട് നമ്മൾ ട്രാൻസ്ഫോംഡ് ആയിക്കൊണ്ടിരിക്കും. ജോസഫ് സേവിച്ച ജോസഫ് ദൈവത്തെക്കുറിച്ച് മനസ്സിലാക്കി. എന്ത് മനസ്സിലാക്കി ജോസഫ്? അതായത് ദൈവം സർവശക്തനാണെന്നും ദൈവത്തിൻ്റെ അനുവാദം കൂടാതെ ഈ ലോകത്തിൽ ഒന്നും നടക്കില്ലെന്നും എൻ്റെ ജീവിതത്തിൽ അപ്സ് ആൻഡ് ഡൗൺസ് അല്ലെ ദുഃഖങ്ങൾ, നെടുവീർപ്പുകൾ, താഴ്ചകൾ, ഉയർച്ചകൾ എൻ്റെ ജീവിതത്തിൽ വരുന്നെങ്കിൽ ഇതിൻ്റെ എല്ലാറ്റിൻ്റെ മേൽ നിയന്ത്രണമുള്ളൊരു ദൈവം എൻ്റെ നന്മയ്ക്കായിട്ട് അല്ലെ മറ്റുള്ള അനേകരുടെ നന്മയ്ക്ക് വേണ്ടി, എനിക്ക് ഭാവിയെക്കുറിച്ച് അറിയത്തില്ല, നാളെയെക്കുറിച്ച് അറിയത്തില്ല, എല്ലാം അറിയുന്ന ദൈവം നന്മയ്ക്ക് വേണ്ടി ചില മാനുഷിക മുഖാന്തരങ്ങളെ ഉപയോഗിച്ചതാണ് എന്നുള്ള രീതിയിലാണോ നമ്മൾ മനുഷ്യരെ കാണുന്നത്? അല്ലെങ്കിൽ നോക്ക്, നമ്മൾ വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെ ഛായയിലേക്ക് നമ്മൾ ട്രാൻസ്ഫോംഡ് ആയിക്കൊണ്ടിരിക്കും. കാരുണ്യവാനായിട്ടുള്ളൊരു ദൈവത്തെയാണ് നമ്മൾ വിശ്വസിക്കുന്നതെങ്കിൽ മറ്റു മനുഷ്യരോട് നമുക്ക് കരുണ തോന്നും. അല്ലെങ്കിൽ എന്താ പറയുന്നത്, ഭയങ്കര ക്രൂരനായിട്ടുള്ളൊരു ദൈവം, അല്ലെങ്കിൽ ദഹിപ്പിക്കുന്ന ദൈവത്തിന് പല ക്യാരക്ടേഴ്സ് ഉണ്ട്. ആ ദൈവത്തിൻ്റെ ആ ഒരു ആട്രിബ്യൂട്ടാണ് നമ്മൾ നയിക്കുന്നതെങ്കിൽ നമുക്ക് മറ്റുമുള്ള മനുഷ്യരിൽ മുഴുവൻ കുറ്റമായിരിക്കും. അവരുടെ തെറ്റുകൾ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കും, അവരുടെ കുറ്റങ്ങൾ നോക്കിക്കൊണ്ടിരിക്കും. നമ്മളിങ്ങനെ മൈക്രോസ്കോപ്പിക്കായിട്ട് മറ്റുള്ളവരുടെ ജീവനെ നമ്മൾ അനലൈസ് ചെയ്തുകൊണ്ടിരിക്കും. നമുക്ക് പരീക്ഷന്മാരതായിരുന്നു അല്ലേ? ഇങ്ങനെ എഴുതിയിട്ടുണ്ട്,
കർത്താവിനെ കുറിച്ച് എഴുതിയിരിക്കുന്നത്. അവൻ്റെ ഏതെങ്കിലും വാക്കിലൊന്ന് കയറി പിടിക്കാൻ പറ്റുമോ എന്ന് അവരിങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു. എന്തെങ്കിലും ഒരു തെറ്റ് വരുന്നുണ്ടോ? പിന്നെ വേറൊരു സ്ഥലത്ത് നമ്മൾ കാണുന്ന കർത്താവിനെ കൊടുക്കാൻ വേണ്ടിയിട്ട് വന്നു ചോദിച്ചു, സീസറിന് നികുതി കൊടുക്കുന്നത് ശരിയാണോ അല്ല. ഇതൊക്കെ കർത്താവ് അവരുടെ ഹൃദയ കാഠിന്യം മനസ്സിലാക്കി. അപ്പം നമ്മൾ സേവിക്കുന്ന ദൈവത്തിൻ്റെ ക്യാരക്ടറിൽ വരും. ഇവിടെ നോക്ക്, ജോസഫിനോട് അവരെന്താ ചെയ്തതെന്ന് ആലോചിക്കണമെങ്കിൽ നമ്മളോട് ഇങ്ങനെ ചെയ്തിട്ടുള്ള ആരും നമ്മുടെ ജീവിതത്തിലില്ല. സ്റ്റിൽ നമ്മളിങ്ങനെ ഒന്ന് ചിന്തിക്കുമ്പോൾ ചില മുഖങ്ങളൊക്കെ തെളിഞ്ഞു വരുന്നുണ്ട്. എന്നോട് ഇങ്ങനെ ചെയ്തിട്ടുള്ളവനാണ്, അങ്ങനെ ചെയ്തിട്ടുള്ളവനാണ്. എങ്കിൽ നമ്മൾ ജോസഫിൻ്റെ ദൈവത്തിൻ്റെ സ്റ്റാൻഡേർഡിൽ പോലും നമ്മൾ എത്തിയിട്ടില്ല. ഉൽപ്പത്തി പുസ്തകം 37-ാം സെൻറ്റൻസിൽ അല്ല 37-ാം അധ്യായത്തിൽ 37-ന്റെ-18 തുടങ്ങി വായിക്കുമ്പോൾ നമുക്ക് അറിയാവുന്ന സ്ഥലമായതുകൊണ്ട് അവിടെ മാത്രം വായിച്ചാൽ മതി. 37-ന്റെ-18 തുടങ്ങി വായിക്കുമ്പോൾ ജോസഫ് ദൂരെ നിന്ന് വരുന്നത് സഹോദരന്മാർ കണ്ടു. അയാളെ കൊല്ലുന്നതിന് അയാൾ അടുത്തെത്തുന്നതിന് മുമ്പ് തന്നെ അവർ ഗൂഢാലോചന നടത്തി. അവർ അന്യോന്യം പറഞ്ഞു, അതാ വരുന്ന സ്വപ്നക്കാരൻ, ഏത് നമുക്ക് അയാളെ കൊന്നു കുഴിയിൽ തള്ളാം. കാട്ടുമൃഗം അയാളെ പിടിച്ചു തിന്നു കളഞ്ഞുവെന്ന് പറയാം. അയാളുടെ സ്വപ്നങ്ങൾ എന്താകുമെന്ന് നമുക്ക് കാണാമല്ലോ. രൂപൻ ഇത് കേട്ടപ്പോൾ നാം അയാൾക്ക് വ്യൂഹാനി വരുത്തരുത് എന്ന് പറഞ്ഞ് ജോസഫിനെ രക്ഷിച്ചു. രൂപൻ അവരോട് പറഞ്ഞു, രക്തം ചെറിയരുത്, അയാളെ മരുഭൂമിയിലുള്ള ഈ കുഴിയിൽ തള്ളുക, അയാളുടെ മേൽ കൈവിട്ടരുത്. അവരുടെ കയ്യിൽ നിന്ന് മോചിപ്പിച്ച് അയാൾ പിതാവിന്റെ അടുത്തിൽ ഏൽപ്പിക്കണമെന്ന ഉദ്ദേശത്തോടെയാണ് രൂപൻ അങ്ങനെ പറഞ്ഞത്. ജോസഫ് അടുത്തെത്തിയപ്പോൾ സഹോദരന്മാർ അങ്കി ഊരിയെടുത്ത ശേഷം അയാളുടെ അടുത്ത് ഒരു കുഴിയിലിട്ടു. കുഴി ശൂന്യമായിരുന്നു, അതിൽ വെള്ളം ഇല്ലായിരുന്നു. അവർ ഭക്ഷണത്തിനിരുന്നു. അവർ തലവെട്ടി നോക്കിയപ്പോൾ ഇസ്മായിലിയരായ സംഘം ഒട്ടകപ്പുറത്ത് സമ്പ്രാണി സൂന്തപ്പശയും മീറയും കയറ്റിക്കൊണ്ട് ഗലിയാദിൽ നിന്ന് ഈജിപ്തിലേക്ക് യാത്ര ചെയ്യുന്നത് കണ്ടു. യഹൂദ സഹോദരന്മാരോട് പറഞ്ഞു, നമ്മുടെ സഹോദരനെ കൊന്ന് അയാളുടെ രക്തം മറച്ചു വെച്ചാൽ നമുക്കെന്ത് നേരം? നമുക്ക് അയാളെ ഇസ്മായിലിയർക്ക് വിൽക്കാം. നമുക്ക് അയാളുടെ മേൽ കൈവയ്ക്കേണ്ട. അയാൾ നമ്മുടെ സഹോദരനാണല്ലോ, നമ്മുടെ സ്വന്തമാണ്. സഹോദരന്മാർ അയാൾ പറഞ്ഞത് സമ്മതിച്ചു. അപ്പോൾ ആ വഴി നിര്യാതരായവരെ എത്രയൊക്കെ കടന്നുപോയി. ജോസഫിനെ കുഴിയിൽ നിന്ന് വലിച്ചു കയറ്റി അവർ 20 ശെക്കൽ വെള്ളി വാങ്ങി ഇസ്മായിലിയർക്ക് വിറ്റു. അവർ ജോസഫിനെ ഈജിപ്തിലേക്ക് കൊണ്ടുപോയി. മതി നോക്ക്, ജോസഫിൻ്റെ ജീവിതത്തിൽ സഹോദരന്മാർ ചെയ്ത കാര്യം ആലോചിച്ച് നോക്ക്. ആദ്യം പിടിച്ചൊരു പൊട്ടക്കിണറ്റിൽ പിടിച്ചിട്ടു. പൊട്ടക്കിണറ്റിൽ പിടിച്ചിട്ട് കഴിഞ്ഞിട്ട് റൂബൻ ജോസഫിനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം എന്ന് കരുതി കിണറ്റിലിട്ടു. അപ്പോൾ അവിടെ ഇസ്മായിലിയരുടെ ഒരു സാർത്ഥവാഹകരുടെ ഒരു സംഘം അതിൽ വന്നു. അപ്പോൾ യഹൂദ വിചാരിച്ചു ഇവിടെ കിടന്ന് മരിച്ചു 20 വെള്ളി നാണയം കിട്ടുന്ന കാര്യം വെറുതെ നഷ്ടപ്പെടുത്തണ്ടെന്ന് കരുതി കുഴിയിൽ നിന്ന് കയറ്റി 20 വെള്ളി നാണയത്തിന് വിറ്റു. നമുക്ക് ഈ സഹോദരന്മാർ ജോസഫിനോട് ചെയ്ത ക്രൂരത നമ്മളൊന്ന് ചിന്തിച്ചു. ഒരേ അപ്പൻ്റെ മക്കളാണ്, ഒരു കുടുംബത്തിൽ ജനിച്ചു വളർന്നവരാണ്. അപ്പോൾ ഇങ്ങനെയെല്ലാം സംഭവിച്ചിട്ട് ഇങ്ങനെയെല്ലാം ചെയ്ത ഈ സഹോദരന്മാരെ കുറിച്ചാണ് ജോസഫ് പറയുന്നത്, നിങ്ങളല്ല എന്നോട് ഇത് ചെയ്തത്, ദൈവം ഇത് ചെയ്യിച്ചതാണ്. എന്തിനു വേണ്ടി? നമ്മുടെ എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടി. നമ്മുടെ ഹൃദയം ഒന്ന് തുറക്കേണ്ടതാണ്. നമ്മൾ ഈ സൃഷ്ടാവിൻ്റെ ഛായയിലോട്ട് ട്രാൻസ്ഫോംഡ് ആണെങ്കിൽ ഇതാണ് റിയലായിട്ടുള്ള ഫൊർഗീവ്നെസ് എന്ന് പറയുന്നത്. ഇത്രയേറെ വ്യക്തിപരമായിട്ട് ആക്രമിച്ചിട്ട്, ഇത്രയേറെ വ്യക്തിപരമായിട്ട് തേജോവധം ചെയ്തിട്ട് മരണത്തിന് ഏൽപ്പിച്ചു കൊടുത്തിട്ട് ആ ജോസഫിന് ആളെക്കുറിച്ച് ഒരു കംപ്ലയിൻ്റ് ഇല്ല. നമ്മളോട് ഒരു മനുഷ്യൻ അപമര്യാദയായിട്ടൊന്ന് സംസാരിച്ച് കഴിയുമ്പോൾ കാര്യം രക്ഷിക്കപ്പെട്ടത്, എല്ലാ കാര്യങ്ങളൊക്കെ ശരിയാണ്, കർത്തൃമേശ എടുക്കും, പ്രാർത്ഥനയുണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഒരു അപമര്യാദയായിട്ട് നമുക്ക് ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം ഒരാൾ സംസാരിച്ച് കഴിയുമ്പോൾ സർപ്പം തല ഉയർത്തും. അപ്പോൾ ഇവിടെ നമ്മളൊന്ന് ഇത് ഇൻസിഡൻ്റലായിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. നമുക്ക് ദൈവം നമുക്ക് വേണ്ടി ഒരുക്കുന്ന പദ്ധതികളെ നശിപ്പിക്കാൻ സ്വന്തം സഹോദരന്മാർക്കോ പൊത്തിഫറിൻ്റെ ഭാര്യയ്ക്കോ ആർക്കും സാധിക്കില്ല. നോക്ക്, ആ സമയത്ത് ഒരു റൂബൻ്റെ ഹൃദയത്തിൽ ഒരു ചിന്ത വന്നു, എന്നെ കൊല്ലണ്ട. ബാക്കിയുള്ള എല്ലാവരും പറഞ്ഞു 12 പേരാണല്ലോ, അതിൽ മിക്കവാറും അനിയൻ കാണത്തില്ല, 10 പേര് കാണും ഇവിടെ. ഈ 10 പേരിൽ ഒരു റൂബൻ്റെ ഹൃദയത്തിൽ തോന്നിച്ചു ഒരു ചിന്ത. അതിനുശേഷം ഒരു യഹൂദായുടെ ഹൃദയത്തിൽ ഒരു ചിന്ത കൊണ്ടുവന്നു. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, നമ്മൾ പരമാർത്ഥതയോടെ കർത്താവിനെ സേവിക്കുന്നെങ്കിൽ നമുക്ക് വേണ്ടി ദൈവം ഒരുക്കുന്നതിനെ തടയാൻ ഒരു റൂബനും പറ്റത്തില്ല, ഒരു യഹൂദയ്ക്കും പറ്റത്തില്ല, ഒരു പൊത്തിഫറിനും പറ്റത്തില്ല. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വേണ്ടത് ഒരു നിഷ്കളങ്ക ഹൃദയത്തോടു കൂടി കർത്താവിനെ സ്നേഹിച്ച് സേവിച്ച് പോയാൽ നമ്മുടെ നന്മ അഷ്വേർഡാണ്, ഗ്യാരണ്ടീഡാണ്. 84-ാം സങ്കീർത്തനം അതിൻ്റെ 11-ാമത്തെ സെൻറ്റൻസിൽ Psalm 84:11 എന്നാൽ എന്റെ ജനം 84-ആണ്. 84:11 എന്റെ ദൈവത്തിന്റെ ആലയത്തിൽ പടികാവൽക്കാരനായിരിക്കുന്നതാണ് എനിക്ക് ഇഷ്ടം. കർത്താവായ ദൈവം ഒരു സൂര്യനും പരിചയമാണല്ലോ.
അടുത്ത തന്നെ കൃപയും ബഹുമതിയും അവൻ പ്രദാനം ചെയ്യുന്നു. പരമാർത്ഥതയോടെ ശ്രദ്ധിക്കണേ, പരമാർത്ഥതയോടെ സെന്റൻസ് എത്ര? 11 8:11 സെക്കൻഡ് പാർട്ട്. പരമാർത്ഥതയോടെ വ്യാപരിക്കുന്നവർക്ക് അവൻ ഒരു നന്മയും നിഷേധിക്കുകയില്ല. മതി. ഒന്ന് ചിന്തിച്ചു നോക്ക്. ജോസഫ് നമുക്കറിയാം, ജോസഫ് പരമാർത്ഥതയോടെ ദൈവസന്നിധി വ്യാപരിച്ചു. ദൈവത്തിന്റെ വചനത്തിൽ എഴുതിയേക്കുവാണ്, പരമാർത്ഥതയോടെ വ്യാപരിക്കുന്നവർക്ക് ഒരു നന്മയും നിഷേധിക്കാൻ ആരെ കൊണ്ടും പറ്റത്തില്ല. നമ്മളെ ഉപദ്രവിക്കുന്ന ആര് വേണേലും ഉണ്ടായിക്കൊള്ളട്ടെ. നോക്ക്, ദൈവത്തെ സേവിക്കുന്ന ഒരു മനുഷ്യനെ ഉപദ്രവിക്കാൻ ഒരു മനുഷ്യനും സാധിക്കത്തില്ല. തന്നെ സ്നേഹിക്കുന്നവരോട് ചേർന്ന് ദൈവം എല്ലാം നന്മയ്ക്കായിട്ട് കൂടി വ്യാപരിപ്പിക്കും. കണ്ണുകൾ കണ്ടിട്ടില്ലാത്തത്, കാതുകൾ കേട്ടിട്ടില്ലാത്തത്, മനുഷ്യഹൃദയങ്ങൾക്ക് നിരൂപിക്കാത്തത് ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്കായിട്ട് ഒരുക്കിയിരിക്കുന്നതിനെ ഒരു മനുഷ്യനോ ഒരു പൊത്തിഫറിനോ ഒരു യഹൂദയ്ക്കോ ഒരു റൂബനോ ആർക്കും ഇതാ നമ്മുടെ പ്രാഗൽഭ്യം എന്ന് പറയുന്നത്. ഇതാ കർത്താവായ യേശു ക്രിസ്തുവിനെ സേവിക്കുന്നവർക്ക് ഉണ്ടായിരിക്കേണ്ട പ്രാഗൽഭ്യം. പലപ്പോഴും നമ്മൾ പറയും, ആ ആള് നമുക്ക് മുമ്പ് വന്നുകൊണ്ട് എനിക്കത് കിട്ടിയില്ല, അല്ല ഇൻ്റർവ്യൂവിന് ചെന്നപ്പോൾ എന്നേക്കാൾ യോഗ്യനായിട്ട് വേറൊരാളുണ്ടായിരുന്നു അതുകൊണ്ട് എനിക്ക് കിട്ടിയില്ല. നമുക്ക് വേണ്ടി ഒരുക്കുന്നത് ആർക്കും നിഷേധിക്കാൻ പറ്റത്തില്ല. വേറൊരാളെ ദൈവം കൊണ്ടുവന്നത് നമുക്ക് വേറൊരു സ്ഥലത്തേക്ക്, വേറൊരു റൂട്ടിലേക്ക് ദൈവം നമ്മളെ നടത്തിക്കൊണ്ട് പോകുന്നതാണ്. എപ്പോഴും ബെറ്റർ ആയിട്ടുള്ളതിലേക്ക് കർത്താവ് നടത്തിക്കൊണ്ട് പോകത്തുള്ളൂ. ഈ ജെറമിയ 29:11 ദൈവം എല്ലാവരെയും കുറിച്ചും പറയുന്ന, ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള ആ പദ്ധതികളെക്കുറിച്ച് എഴുതിയിരിക്കുന്ന സ്ഥലത്ത് ജെറമിയ 29:11 നിങ്ങൾക്ക് വേണ്ടിയുള്ള എന്റെ പദ്ധതികൾ എനിക്കറിയാം, അനർത്ഥത്തിനല്ല ക്ഷേമത്തിലുള്ള പദ്ധതികൾ, നിങ്ങൾക്ക് ഭാവിയും പ്രതീക്ഷയും തരുന്നവ. ഇത് മാത്രമേ ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള പദ്ധതികൾ. ദൈവത്തിന് വേറെ ഒരു പദ്ധതിയില്ല നമ്മളെക്കുറിച്ച്. നമ്മൾ ഈ എന്താ പറയുന്നത്, ഹൈന്ദവ വിശ്വാസത്തിലൊക്കെ ജാതകം എഴുതി വയ്ക്കും ആൾക്കാരുടെ. 32 വയസ്സിൽ ഇത് സംഭവിക്കും, 40 വയസ്സിൽ ഇത് സംഭവിക്കും, 48-ാം വയസ്സിൽ ഇത് സംഭവിക്കും എന്നൊക്കെ പറഞ്ഞ് എഴുതി വയ്ക്കുന്ന പോലെ നമുക്കുള്ള ജാതകം, ഞാൻ ആ ടെർമിനോളജി ഉപയോഗിച്ചെന്നുള്ളൂ. നമുക്ക് വേണ്ടിയുള്ള ദൈവത്തിൻ്റെ പദ്ധതികൾ, നമുക്ക് ഭാവിയും ശുഭപ്രതീക്ഷയും നന്മയും വരിക എന്നുള്ള ഏക ലക്ഷ്യം അല്ലാതെ വേറെ ഒരു ലക്ഷ്യവും ദൈവത്തിനില്ല. അപ്പം നമ്മുടെ ജീവിതത്തിൽ ഒരു സാധനം നഷ്ടപ്പെടുമ്പോൾ, ഒന്ന് നമുക്ക് കിട്ടാതിരിക്കുമ്പോൾ നമ്മൾ മൂഡ് ഓഫ് ആവും. കാരണം ഈ ജോസഫിനുണ്ടായിരുന്ന വിജ്ഞാനം, നമുക്ക് കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് ഒന്നും ക്ലിയർ ആയിട്ട് വരച്ച് കാണിച്ചിട്ടില്ലാത്ത, അതൊന്നും കണ്ടിട്ടില്ലാത്ത ജോസഫിന് ദൈവത്തെക്കുറിച്ച് ഇത്ര പരിജ്ഞാനം ഉണ്ടായിരുന്നു. നമ്മൾ ആദ്യം ചിന്തിച്ചൊരു കാര്യം, ദേശത്ത് ദൈവജ്ഞാനം ഇല്ല എന്ന് ദേശത്തെക്കുറിച്ച് ദൈവത്തിനൊരു ആരോപണമുണ്ട്. അപ്പം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ദൈവജ്ഞാനം ഇല്ല, ദൈവത്തെക്കുറിച്ച് അറിവില്ല, ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിന് വേണ്ടി നമ്മൾ കാക്ഷിക്കുന്നില്ല, ദാഹിക്കുന്നില്ല. ഇത് നമ്മളെ വായിച്ച കാര്യമാണ്. നമ്മൾ കാക്ഷിക്കുന്ന ഒന്നും അതിന് തുല്യമല്ല. അപ്പം ഇങ്ങനെ ചിന്തിച്ചു വന്ന പോയിന്റ് ഇതാണ്, നമ്മൾ മനസ്സിലാക്കുന്ന ദൈവത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്ന ക്യാരക്ടറിലെ നമ്മുടെ ജീവിതത്തിൽ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാകത്തുള്ളൂ. ഈ പുറപ്പാട് 6 അധ്യായം എടുക്കുമ്പോൾ എക്സോഡസ് 6 ദൈവം പറയുന്ന ഒരു കാര്യം, 6:3 തുടങ്ങി വായിക്കുമ്പോൾ, പുറപ്പാട് 6:3 തുടങ്ങി വായിക്കുമ്പോൾ, അബ്രഹാമിനും ഇസ്ഹാക്കിനും യാക്കോബിനും സർവ്വശക്തനായ ദൈവമായി ഞാൻ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. എന്നാൽ കർത്താവ് എന്ന എന്റെ നാമത്തിൽ ഞാൻ അവർക്ക് എന്നെ വെളിപ്പെടുത്തിയിട്ടില്ല. അവർ പ്രവചിച്ചിരുന്ന കാനാൻ ദേശം അവർക്ക് കൊടുക്കുമെന്ന് ഞാൻ അവരുമായി എന്റെ ഉടമ്പടി സ്ഥാപിച്ചു. കൂടാതെ ഈജിപ്തുകാർ. അതെ, അപ്പൊ ഇവിടെ മോശയോട് പറയാ, ദൈവം മോശയോട് അരുളി ചെയ്തു, അബ്രാഹത്തിനും ഇസ്ഹാക്കിനും യാക്കോബിനും ഒക്കെ ഞാൻ വെളിപ്പെട്ടിട്ടുണ്ട്, എന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. എങ്ങനെ വെളിപ്പെടുത്തിയേ? എൽ ഷദായ്. ഈ ഹീബ്രു വേർഡുകൾക്കൊക്കെ ഇച്ചിരി പവറുണ്ട്. എൽ ഷദായ് അല്ലെങ്കിൽ ഐ ആം ദി ലോർഡ് ഓൾ മൈറ്റി ഗോഡ്. അബ്രാഹത്തിന് പ്രത്യക്ഷപ്പെട്ടിട്ട് പറയുകയാണ്, ഐ ആം ദി ഓൾ മൈറ്റി ഗോഡ്, സർവ്വശക്തനായിട്ടുള്ള ദൈവം. ഞാൻ സർവ്വശക്തനായിട്ടുള്ള ദൈവമാകും. നമുക്ക് എന്ത് ശക്തിയാണ് നമ്മൾ സേവിക്കുന്ന ദൈവം. 99% ദൈവത്തിന് ശക്തി ഉണ്ടായിരുന്നുണ്ടെങ്കിൽ നമ്മളും ഹാൻഡിക്യാപ്പായനെ, ബലഹീനരായനെ. നമ്മൾ സേവിക്കുന്ന ദൈവം ഐ എം ദി ലോർഡ് ഓൾ മൈറ്റി, സർവ്വശക്തനായിട്ടുള്ള ദൈവമായിട്ട് ഞാൻ അവർക്ക് വെളിപ്പെട്ടിട്ടുണ്ട്. പക്ഷെ കർത്താവ് എന്നുള്ള നാമം അവർക്ക് വെളിപ്പെടുത്തിയിട്ടില്ല. കർത്താവ് എന്നുള്ള നാമം, യഹോവ എന്നുള്ള നാമത്തിൻ്റെ പ്രത്യേകത എന്താ? ഐ ആം ദി കവനന്റ് കീപ്പിംഗ് ഗോഡാണ്. അതായത് വാഗ്ദത്തം നൽകിയാൽ നിറവേറ്റുന്ന ദൈവം. കർത്താവ് ദൈവത്തിൻ്റെ വചനത്തിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വിശ്വസിക്കുന്നവൻ്റെ ജീവിതത്തിൽ അത് നിറവേറ്റിയിരിക്കും. ഐ ആം എ കവനന്റ് കീപ്പിംഗ് ഗോഡ്. അപ്പോൾ ഇവിടെ നമ്മൾ കണ്ടത് അബ്രാഹത്തിനും ഇസഹാക്കിനും യാക്കോബിനും ഈ യഹോവ എന്നുള്ള നാമത്തിൽ കർത്താവ് വെളിപ്പെട്ടിട്ടില്ല. നോ, ഞാൻ പറഞ്ഞതിൻ്റെ മീനിങ് ഇതാണ്. ഓരോരുത്തരും ദൈവത്തെക്കുറിച്ച് മനസ്സിലാക്കുന്ന ഡിഫറൻറ്റ് അർത്ഥങ്ങളില്ല, ഡിഫറൻറ്റ് അളവുകളില്ല. ഇപ്പോൾ ജോസഫ് അങ്ങനെ മനസ്സിലാക്കി. ഈ ദാവീദിൻ്റെ ജീവിതം എടുക്കുമ്പോൾ 2 സാമുവേൽ 16 അധ്യായം എടുക്കുമ്പോൾ, 2 സാമുവേൽ 16 അതായത് ഈ ജോസഫിന് വന്ന പോലത്തെ ഒരു സിമിലർ സിറ്റുവേഷനാണ്. 5 തുടങ്ങി വായിക്കുമ്പോൾ, 2 സാമുവേൽ 16:5 തുടങ്ങി വായിക്കുമ്പോൾ,
ദാവീദ് രാജാവ് വായിച്ചോ. ദാവീദ് രാജാവ് ബെത്ലഹേമിൽ എത്തിയപ്പോൾ ശൗലിന്റെ കുടുംബത്തിലെ ഒരാൾ ഇറങ്ങി വന്നു. ഗേറായുടെ പുത്രനായിരുന്നു അയാൾ. പേര് ശിമയി. നിരന്തരം ശാപവചനങ്ങൾ ഉരുവിട്ടുകൊണ്ടാണ് അയാൾ വന്നത്. അയാൾ ദാവീദ് രാജാവിന്റെ ദാസരെയും കല്ലെറിഞ്ഞു. എല്ലാ ജനങ്ങളും യോദ്ധാക്കളും അയാളുടെ ഇരുഭാഗത്തുമായി നീങ്ങുകയായിരുന്നു. ശിമയി ശാപരൂപത്തിൽ പറഞ്ഞു, രക്തപാതകി, കൊള്ളരുതാത്തവരെ പോകൂ. ശൗലിന്റെ കുടുംബരക്തം കർത്താവ് നിന്റെ മേൽ കൊണ്ടുവന്നിരിക്കുന്നു. ആ സ്ഥാനത്താണല്ലോ നീ രാജാവായത്. നിന്റെ പുത്രനായ അബ്ശലോമിന്റെ കയ്യിൽ കർത്താവ് രാജ്യം ഏൽപ്പിച്ചിരിക്കുന്നു. നിന്റെ നാശം നിന്റെ മേൽ പതിച്ചിരിക്കുന്നു. നീ രക്തപാതകിയാണ്. അപ്പോൾ സെറിയായുടെ പുത്രനായ അബിശായി രാജാവിനോട് ചോദിച്ചു, ഈ ശത്രുനായി എന്റെ യജമാനായ രാജാവിനെ ശപിക്കുന്നത് എന്ത്? ഞാൻ ചെന്ന് അയാളുടെ തല എടുക്കട്ടെ? രാജാവ് പറഞ്ഞു, ഇനിയുള്ള ശ്രദ്ധിക്കണം. രാജാവ് പറഞ്ഞു, ദാവീദ് പറഞ്ഞു, നമ്മളെല്ലാം ശ്രദ്ധിക്കേണ്ട കാര്യം. രാജാവ് പറഞ്ഞു, അല്ലയോ സെറുയ പുത്രന്മാരെ, എനിക്കും നിങ്ങൾക്കും ഇതിലെന്ത് കാര്യം? അയാൾ ശപിക്കട്ടെ. ദാവീദിനെ ശപിക്കുക എന്ന് കർത്താവ് അയാളോട് അരുളി ചെയ്തിട്ടുണ്ടെങ്കിൽ നീ എന്തിനെന്ത് ചെയ്തു എന്ന് അയാളോട് ചോദിക്കാൻ ആർക്ക് എന്ത് അവകാശം? ദാവീദ് അബിശൈയോടും തന്റെ എല്ലാ ദാസരോടും പറഞ്ഞു, ഇതാ എന്റെ സ്വന്തം മകൻ എന്നെ കൊല്ലാൻ ശ്രമിക്കുന്നു. എങ്കിൽ ഈ ബെന്യാമിനിയൻ ചെയ്യുന്നത് ഏറിപ്പോകുന്നുവോ? അയാളെ വിട്ടേക്കുക. അയാൾ ശപിക്കട്ടെ, കാരണം കർത്താവ് അയാളെ നിയോഗിച്ചിരിക്കുന്നു. ഒരുപക്ഷെ കർത്താവ് എന്റെ വേദന കണ്ടിട്ട് ഇന്നത്തെ ഈ ശാപത്തിന് പകരം എനിക്ക് നന്മ നൽകിയേക്കാം. മതി. ഞാൻ ഈ സെന്റൻസ് വായിക്കുമ്പോൾ എന്നും എൻ്റെ ഹൃദയത്തെ സ്പർശിക്കാറുണ്ട്. ദാവീദിന്റെ അന്നത്തെ ഹൃദയം. 12ാം സെന്റൻസിൽ പറയും, ഒരുപക്ഷെ കർത്താവ് എൻ്റെ വേദന കണ്ടിട്ട് ഇന്നത്തെ ഈ ശാപത്തിന് പകരം എനിക്ക് നന്മ നൽകിയേക്കാം. നമ്മുടെ ജീവിതത്തിൽ ഒന്ന് ആലോചിച്ച് ദാവീദിൻ്റെ ഈ സിറ്റുവേഷൻ. ദാവീദിനെ അബ്ശലോം രാജ്യത്ത് നിന്ന് ഓടിച്ചു. രാജ്യമില്ലാതെ ഓടിപ്പോകുമ്പോൾ അപ്പോൾ നമുക്കറിയാം ശൗലായിരുന്നു ആദ്യത്തെ രാജാവ്. ബെന്യാമിൻ ഗോത്രക്കാരനായിരുന്നു. അപ്പോൾ ഈ ഒരു രാജാവ് ഉണ്ടാകുമ്പോൾ രാജാവിന് കുറേ എന്താ പറയുക, നമ്മുടെ നാട്ടിലെ ഭാഷയിൽ പറഞ്ഞ കുറേ ശില്പന്തികളുണ്ടാവും. രാജാവിൻ്റെ രാജകൊട്ടാരത്തിലും പോയി അതിൻ്റെ ബെനിഫിറ്റ്സ് അനുഭവിക്കുന്നവർ. ഈ ശൗല രാജ്യത്തും പോയപ്പോൾ ഇങ്ങേര് ഈ ശിമയി ബെഞ്ചമിൻ ഗോത്രക്കാരനാണ്. അപ്പോൾ വന്ന് രാജ്യം പോയി, ദാവീദിന് രാജ്യം കിട്ടി. ഇപ്പോൾ പോയി കഴിഞ്ഞപ്പോൾ ഉള്ളിലുണ്ടായിരുന്ന പ്രതികാരം എല്ലാം കൂടി ഔട്ട് ബേഴ്സ്റ്റായി. പറയുകയാണ്, നിനക്കിത് വരണം, നീ രക്തപാതകിയാണ്. അപ്പോൾ ദാവീദിൻ്റെ അന്നത്തെ ഹൃദയം. ദാവീദ് പറയുകയാണ്, കാരണം ദാവീദ് ബലഹീനല്ല, ചുറ്റും മിലിറ്ററി പവറുണ്ട്. ഈ ചീഫ് ഓഫ് ദി ആർമി സ്റ്റാഫ് അല്ലെങ്കിൽ അതിനകത്തുള്ള ഈ അബിശൈ അടുത്ത് നിൽക്കുന്നുണ്ട്, വാളുണ്ട്, വേണമെങ്കിൽ തല വെട്ടിയെടുക്കാം. അന്ന് ദാവീദ് പറയാനോ, ദൈവം ദാവീദിനെ ശപിക്കാൻ കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിനെതിരായിട്ട് ഞാൻ ഉരിയാടിയിട്ട് കാര്യമില്ല. എന്നിട്ട് വീണ്ടും ദാവീദ് പറയുക, ഒരുപക്ഷെ എൻ്റെ ഈ ഹൃദയവേദന കണ്ടിട്ട് എൻ്റെ ഈ ദുഃഖത്തെ ദൈവം അനുഗ്രഹമാക്കിയേക്കാം. നല്ല ഹൃദയത്തോടു കൂടി ദാവീദ് അത് പറഞ്ഞു. പിന്നീട് ദാവീദിന് ദൈവം രാജ്യം തിരികെ കൊടുത്തു. ഏറ്റവും ഐശ്വര്യം, സമ്പൽ സമൃദ്ധിയിൽ, അല്ലെങ്കിൽ ജെറുസലേം ക്യാപിറ്റലായിട്ട് എൻ്റയർ ഇസ്രായേലിനെ ഭരിച്ചു. അങ്ങനെ ദുഃഖത്തിൻ്റെ അവസ്ഥകളൊക്കെ മാറി സമ്പത്തും പ്രതാപവും എല്ലാം വന്ന് മരിക്കാറായപ്പോൾ ദാവീദ് പറയുന്നത്, 1 Kings chapter 2 എടുക്കുമ്പോൾ അറിയാവുന്ന സ്ഥലമെങ്കിലും നമ്മൾ സേവിക്കുന്ന ദൈവം, നമുക്ക് ദൈവത്തെക്കുറിച്ചുള്ള അറിവ് എന്തെന്ന് നമ്മൾ തന്നെ ചിന്തിക്കേണ്ട ആവശ്യമാണ്. കാരണം പലർക്കും പല അളവിലാണ് ദൈവത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നു. അബ്രാഹത്തിനും ഇസ്ഹാക്കിനും യാക്കോബും മനസ്സിലാക്കിയ അളവിൽ നിന്നും ഇത്തിരിയുടെ ബെറ്ററായിട്ട് മോശ മനസ്സിലാക്കി. അല്ലെങ്കിൽ ജോസഫ് മനസ്സിലാക്കിയ അളവിലല്ല. എല്ലാവരും രക്ഷിക്കപ്പെട്ടവരാണ്, എല്ലാവരും ദൈവികരാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആദ്യം ചിന്തിച്ച പോയിന്റ് ഞാൻ ഒന്നോടെ ഇടയ്ക്ക് റിമൈൻഡ് ചെയ്യുക. അതായത് ഗ്രോ ഇൻ ദി ഗ്രേസ് ആൻഡ് നോളജ് ഓഫ് ദി ലോർഡ്. കർത്താവിനെ കുറിച്ചുള്ള അറിവിൽ വർദ്ധിച്ചില്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കുന്ന അളവിലുള്ള ക്യാരക്ടറേ നമുക്കുണ്ടാകത്തുള്ളൂ. നമ്മൾ വെളിപ്പെടുന്ന ക്യാരക്ടർ ഈവിൾ ക്യാരക്ടർ ആണെങ്കിൽ നമ്മൾ മുഖാന്തരം കർത്താവിൻ്റെ നാമം ദൂഷിക്കപ്പെടും. അതിനകത്ത് ഒരു സംശയമില്ല. 1 Kings chapter 2 എടുക്കുമ്പോൾ അവസാനം സോളമന് കുറെ ഉപദേശങ്ങൾ കൊടുക്കുന്ന സ്ഥലം ജസ്റ്റ് ഒന്ന് വായിച്ചാൽ മതി. 2:5 തുടങ്ങി ഒന്ന് വായിക്കും. മറ്റൊരു കാര്യം, സെറുയായുടെ പുത്രനായ യോവാബ് എന്നോട് ചെയ്തത് നിനക്കറിയാമല്ലോ. ഇസ്രായേലിന്റെ 2 സേനാപതിമാരോട് അയാൾ ചെയ്തത് എന്താണ്? നെയ്യറിന്റെ പുത്രൻ അബ്നേറിനെയും യത്തറിന്റെ പുത്രൻ അമാസയെയും വധിച്ചു. യുദ്ധത്തിൽ ചൊരിഞ്ഞ രക്തത്തിന് അയാൾ സമാധാനകാലത്ത് പകവീട്ടു. അങ്ങനെ അയാൾ എന്റെ അരക്കച്ചയിലും എന്റെ കാലിലും ചെരുപ്പിലും രക്തം പുരട്ടി. അതുകൊണ്ട് നീ നിന്റെ ജ്ഞാനം അനുസരിച്ച് പ്രവർത്തിക്കുക. പക്ഷേ അയാളുടെ നരച്ച തല സമാധാനത്തോടെ പാതാളത്തിലേക്ക് പോകാൻ അനുവദിക്കരുത്. എന്നാൽ ഗിലെയാദിനായ ബെർസില്ലയുടെ പുത്രന്മാരോട് നീ കൂറ് കാണിക്കണം. നിന്റെ മേശയിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നവരിൽ അവരെ ഉൾപ്പെടുത്തുക. കാരണം നിന്റെ സഹോദരനായ അബ്ശലോമിൽ നിന്ന് ഞാൻ ഓടിപ്പോയപ്പോൾ അവർ അത്രയ്ക്ക് വിശ്വസ്തയോടുകൂടി എന്നോട് പെരുമാറി. ഗേറായുടെ പുത്രൻ ശിമയി. അപ്പൊ ഇത് നോക്കണം, ഇനിയുള്ള കാര്യം നോക്ക്. ഗേറായുടെ പുത്രൻ ശിമയി. ഈ ശിമയാണ് അന്ന് ശാപവാക്കുകൾ പറഞ്ഞ് അന്ന് ഈ ശിമയെ വധിക്കട്ടെ എന്ന് അഭിഷേക് ചോദിച്ചപ്പോൾ വേണ്ട, ഇത് ദൈവം അനുവദിച്ചതാണെങ്കിൽ ശപിക്കട്ടെ, ഒരുപക്ഷെ എൻ്റെ ദുഃഖം കണ്ടിട്ട് ദൈവം എൻ്റെ ദുഃഖത്തെ സന്തോഷമാക്കി മാറ്റിയേക്കാന്നൊക്കെ പറഞ്ഞ ദാവീദ് ജീവിതയാത്രയിൽ
റഫ്ലി ഒരു എന്താ പറയുന്നത് 10-30 വർഷമൊക്കെ കഴിഞ്ഞപ്പോൾ ഇത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അറിയേണ്ട ഒരു കാര്യം. നമ്മൾ കർത്താവിനോടുള്ള വലിയ ഭക്തിയിൽ ആരംഭിച്ചവരായിരിക്കും. വർഷങ്ങൾ കഴിയും തോറും നമുക്ക് കർത്താവിനോടുള്ള ഭക്തിയും കർത്താവിൻ്റെ ക്യാരക്ടറിൽ നമ്മൾ വളരേണ്ടതിന് പകരം പലപ്പോഴും താഴോട്ട് പോവുക. ഇവിടെ എന്നിട്ട് അശീമ എന്ന് വായിച്ചിട്ട് തുടങ്ങി വായിക്കുമ്പോൾ ബെന്യാമീൻ, ഞാൻ മഹനൈമിലേക്ക് പോയ ദിവസം അയാൾ എന്റെ മേൽ കടുത്ത ശാപവാക്കുകൾ ഉച്ചരിച്ചു. പക്ഷേ യോർദാൻ നദി തീരത്ത് വെച്ച് അയാൾ എന്നെ കാണാൻ വന്നപ്പോൾ ഞാൻ കർത്താവിന്റെ നാമത്തിൽ സത്യം ചെയ്ത് പറഞ്ഞു, ഞാൻ നിന്നെ വാളിനിരയാക്കുകയില്ല. എന്നാൽ നീ അയാളെ നിരപരാധിയെ പരിഗണിക്കരുത്. നീ ജ്ഞാനിയാണല്ലോ, അയാളോട് എന്ത് ചെയ്യണമെന്ന് നിനക്കറിയാം. നീ അയാളുടെ നരച്ച തലയെ രക്തപങ്കിലമാക്കി പാതാളത്തിലേക്ക് അയക്കുക. അടുത്ത സെന്റൻസ്. പിന്നെ ദാവീദ് തന്റെ പൂർവികരോട് ചേർന്ന് നിദ്ര പ്രാപിച്ചു. അപ്പോൾ ദാവീദ് മരിക്കുന്നതിന് മുമ്പ് ഏറ്റവും അവസാനം പറഞ്ഞ കാര്യം ഇതാ. അതായത് ശിമയോട് നീ പ്രതികാരം ചെയ്യണം. പ്രതികാരം ചെയ്യണമെന്ന് പറഞ്ഞാൽ അവനെ കൊല്ലണം. സോളമൻ രാജാവാണ്. സോളമൻ രാജാവിന് അപ്പൻ ഏറ്റവും അവസാനത്തെ റെക്കോർഡഡ് വേർഡ് ഓഫ് ഡേവിഡ് ഇതാണ്: എന്നോട് ചെയ്ത ഉപദ്രവത്തിന് നീ പ്രതികാരം ചെയ്യണം. നോക്ക്, ഈ പിന്നീട് സോളമൻ്റെ ഭരണം നമ്മൾ ഏറ്റെടുക്കുമ്പോൾ കാണുന്ന ആദ്യം കുറേ കൊലകളാണ്. ഒരു സഹോദരനെ കൊന്നു, പിന്നെ കൊന്നു, ഈ ശിമിയെ കൊന്നു, യോവാബിനെ കൊന്നു. എന്നാലും നോക്ക്, ഈ ദാവീദിനെ കുറിച്ച് ദൈവം പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ഹൃദയത്തിന് ഇണങ്ങുന്ന വ്യക്തി. ദാവീദ് രക്ഷിക്കപ്പെട്ട ആളാണ്. വരാനിരിക്കുന്ന രാജ്യത്തിൽ ദാവീദ് രാജാവായി വരുമെന്ന് എഴുതിയിട്ടുണ്ട്. ഇതൊക്കെ ശരിയാണ്. പക്ഷേ ഈ ദാവീദിനേക്കാൾ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ജോസഫിൻ്റെ ഹൃദയാവസ്ഥ, ദാവീദിൻ്റെ ഹൃദയാവസ്ഥ ഒന്ന് ചിന്തിച്ച് നോക്ക്. അപ്പോൾ ദാവീദ് അതേസമയം മരിക്കാറായപ്പോൾ ഈ സോളമന് കുറേ നല്ല ഉപദേശങ്ങളെ കൊടുത്തിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. അതായത് നിൻ്റെ രാജ്യത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ, അല്ല നിൻ്റെ വിവാഹത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ, ഇതൊന്നുമല്ല, പ്രതികാരം ചെയ്യാൻ പറഞ്ഞു സോളമൻ. നമുക്ക് കാണാം, ആദ്യം തന്നെ ഈജിപ്റ്റ് രാജാവിൻ്റെ പുത്രിയെ കല്യാണം കഴിച്ചു, പ്രതികാരങ്ങൾ ചെയ്തു, ബാഡ് ടുവേഴ്സ്, അവസാനം വിഗ്രഹാരാധകനായിട്ട് മരിച്ചു പോകുന്നത് നമ്മൾ കാണുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ദൈവത്തെക്കുറിച്ചുള്ള അറിവ് എവിടെ? അതുകൊണ്ടാണ് പത്രോസിൻ്റെ ലേഖനത്തിൽ പ്രത്യേകമായിട്ട് പറയുകയാണ്, ഗ്രോ ഇൻ ദി ഗ്രേസ് ആൻഡ് നോളജ് ഓഫ് ദി ലോർഡ്. രക്ഷിക്കപ്പെട്ടതുകൊണ്ട് എന്താ പറയുന്നത്, രക്ഷിക്കപ്പെട്ടു അല്ലെങ്കിൽ കർത്താവിന് വേണ്ടി ജീവിതം നമ്മൾ മാറ്റിവെക്കുമ്പോൾ ഇറ്റ് ഈസ് ജസ്റ്റ് ലൈക്ക് ജോയിനിങ് എ സ്കൂൾ. 1ാം ക്ലാസ് അല്ല, LKGയിൽ ജോയിൻ ചെയ്യുന്ന പോലെയുള്ളൂ. LKG വിദ്യാഭ്യാസം കഴിഞ്ഞ് നമ്മൾ നോക്കി ലോകത്തിലെ കാര്യങ്ങളിൽ നമ്മളെല്ലാം നല്ല മിടുക്കരാണ്. നമ്മുടെ പിള്ളേരെ LKG അല്ലെങ്കിൽ 5ാം ക്ലാസ്സായി എഴുത്തും വായനയും പഠിച്ചു കഴിഞ്ഞ് വിദ്യാഭ്യാസം നിർത്താൻ നമ്മൾ ആരും പറയാറില്ല. നമുക്ക് പിള്ളേരെ പഠിപ്പിച്ച് മിടുക്കരാക്കണമെന്ന് ആഗ്രഹമുണ്ട്. എന്നാൽ ഈ കർത്താവിൻ്റെ കാര്യം വരുമ്പോൾ ആ രക്ഷിക്കപ്പെട്ടു, ഇനി സ്വർഗത്തിൽ പോകാവുന്നൊരു കണ്ടീഷനായി, ഇനി ഇങ്ങനെ അങ്ങ് പോയാൽ മതി. ഈ ലോകത്തിലെ കാര്യത്തിൽ വലുതാകാനുള്ള ആഗ്രഹത്തിൻ്റെ ഒരു 10-1 പോലും കർത്താവിൻ്റെ കാര്യത്തിൽ, കർത്താവിനെ കുറിച്ചുള്ള ജ്ഞാനത്തിൽ, ദൈവജ്ഞാനത്തിൽ, ദൈവവചനത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വളരെ നമുക്ക് ആർക്കും താല്പര്യം ഇല്ലാത്തതുകൊണ്ട് അന്ന് ഹോശായുടെ കാലത്ത് ദൈവം പറഞ്ഞ അതേ കാര്യം നമ്മളെക്കുറിച്ചും ദൈവം പറയും. ഈ ദേശത്തിന് എതിരെ എനിക്കൊരു ആരോപണമുണ്ട്. നമുക്ക് ദൈവജ്ഞാനത്തിൽ വളരാൻ ആഗ്രഹമില്ല, ദൈവവചനം പഠിക്കാൻ താല്പര്യമില്ലെങ്കിൽ നമ്മൾ ഓരോരുത്തരെക്കുറിച്ചും, എന്നെക്കുറിച്ചും നമ്മൾ ഓരോരുത്തരെക്കുറിച്ചും ദൈവം പറയും, നിങ്ങൾക്കെതിരെ എനിക്ക് ഈ ആരോപണമുണ്ട്, ദേശത്ത് ദൈവജ്ഞാനം ഇല്ല. ദേശത്ത് ദൈവജ്ഞാനം ഇല്ലാതെ വന്നപ്പോൾ നമ്മൾ പിന്നീട് കാണുന്നത് എന്താ, നിങ്ങൾ ദൈവജ്ഞാനം ദേശത്തില്ല വന്നപ്പോൾ വറീസ് പറഞ്ഞ് ശരിയാ. ഹോശയ 4:1 വന്നേ, അവിടെ പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെ കൺസീക്വൻസ് വന്നേക്കുന്നത് ദേശത്ത് ദൈവജ്ഞാനം ഇല്ലാതായപ്പോൾ? അല്ല, ദേശത്ത് വന്ന കൺസീക്വൻസ് അല്ല, അതല്ല. ഇത് നോക്ക്, അല്ല, ഞാൻ പറയുന്ന ഒരു കാര്യം ഒന്ന് ആലോചിച്ച് നോക്ക്. ആദം അവയെ പാപം ചെയ്ത് അല്ലേ? അവയാണ് പഴം പറിച്ചു തിന്നേ. പക്ഷെ നമ്മൾ റോമലേഖനത്തിൽ വായിക്കുന്നത് അവ മൂലം ലോകത്തിൽ പാപം വന്നെന്നാണോ? ആദം മൂലം അതെന്താ അങ്ങനെ എഴുതാൻ കാരണം? എന്താ പറയുക? അല്ല, ആ പഴം പറിച്ചിരുന്ന അവ്വയാ ആദ്യം. എക്സാക്ട്ലി, ഹി വാസ് ദി ഫെഡറൽ ഹെഡ്. ഞാൻ പറഞ്ഞു വന്ന പോയിന്റ് അതല്ല. ഈ ആദ്യം പാപം ചെയ്തപ്പോൾ ഈ പാവം പശു എന്ത് ചെയ്തു? അല്ല, ഞാൻ പറഞ്ഞത് ഈ മരണം മനുഷ്യനിലോട്ട് വന്നതോടൊപ്പം പശുവും മരിക്കും, ആനയും മരിക്കും, പട്ടിയും മരിക്കും, കാളയും മരിക്കും, ഇതെല്ലാം മരിക്കും. അപ്പോൾ ഈ ദേശത്ത് ദൈവജ്ഞാനം ഇല്ലാതാകുമ്പോൾ ഹോശയ 4 ഒന്ന് എടുത്ത് നോക്കി. ഹോശയ 4-ന്റെ അടിയിലോട്ടുള്ള സ്ഥലം ഒന്ന് വായിച്ചോ, ജസ്റ്റ് ഒന്ന് വായിക്കോ. ദേശം നോക്ക്, അതായത് ദൈവജ്ഞാനം ദേശത്തില്ലാതായപ്പോ ദേശം വരണ്ടു പോകുന്നു. അതിലെ ജീവികളെല്ലാം വന്യജന്തുക്കളും ആകാശപ്പറവകളും അടക്കം ക്ഷയിച്ചു പോകുന്നു. അതായത് ആകാശപ്പറവകളും അടക്കം എല്ലാം ക്ഷയിച്ചു പോകുന്നു. സമുദ്രത്തിലെ മത്സ്യം പോലും നശിക്കുന്നു. അതെ, അവിടെ എഴുതിയേക്കുന്നൊന്നും ആലോചിച്ച് നോക്ക്.
അതായത് നമ്മൾ അറിയേണ്ട ഒരു കാര്യം, നമ്മൾ പലപ്പോഴും ദൈവത്തിന് കൊടുക്കേണ്ട റെസ്പെക്റ്റും കൊടുക്കേണ്ട റിഗാർഡ് നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബ ജീവിതത്തിൽ, വ്യക്തിപരമായിട്ട് ജീവിതത്തിൽ കൊടുക്കുന്നില്ല. നമുക്കൊരു ദേശത്ത് ദൈവജ്ഞാനം വരിക എന്ന് പറഞ്ഞാൽ ഇറ്റ് മസ്റ്റ് സ്റ്റാർട്ട് ഫ്രം ദി ഇൻഡിവിജ്വൽസ്. അല്ല ദേശം എന്ന് പറഞ്ഞൊരു സാധനമില്ല. ഒരു ഇൻഡിവിജ്വൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആ ഇൻഡിവിജ്വൽ വസിക്കുന്ന ഭവനത്തിൽ അതുണ്ടാവും. അങ്ങനെയുള്ള ഭവനങ്ങൾ ചേർന്ന് വരുമ്പോൾ ഒരു ദേശത്ത് ദൈവാനുഗ്രഹം ഉണ്ടാവും. ഐസിയ 60:12 അതൊന്ന് വായിക്കോ. യേശാപ്രവചനം 60:12 വായിക്കുമ്പോൾ നിനക്ക് സേവ ചെയ്യാത്ത ജനതയും രാജ്യവും നശിക്കും. അതെ, ദൈവത്തിന്റെ ഇത് കാരണം ലോകം ദൈവത്തിൻ്റെയാ, ഭൂമി ദൈവത്തിൻ്റെയാ. ഇത് മനുഷ്യപുത്രർക്ക് വസിക്കാനായിട്ട് ദൈവം നൽകിയേക്കുന്ന, ഇതിൽ എഴുതിയേക്കാണ് നിന്നെ സേവിക്കാത്ത ജനതയും നിന്നെ സേവിക്കാത്ത ജനതയും നശിക്കും. നോക്ക്, ദേശത്ത് ദൈവജ്ഞാനം ഇല്ലാതായി, ദൈവഭയം ഇല്ലാതായി. നമുക്ക് സോദോം ഗൊമോറ നശിപ്പിക്കുന്ന സമയത്ത് എന്താ പറയുന്നത്? ആ ദേശത്ത് 10 നീതിമാനുണ്ടെങ്കിൽ നശിപ്പിക്കില്ല എന്ന് പറയുന്നത്. ബാബിലോൺ എക്സൈലിന് മുമ്പ് ജെറമിയോട് പറയുന്നത് എന്താ? ദൈവം ഒരു മനുഷ്യനുണ്ടെങ്കിൽ there was no ബാബിലോൺ എക്സൈൽ. നോക്ക്, ഇന്ന് നമ്മൾ വിചാരിക്കുന്ന ഈ ലോകം മുഴുവൻ കർത്താവിൻ്റെ പിന്നാലെ പോകുന്നതെന്നോ ഈ ദൈവത്തെ സേവിക്കുന്നു എന്ന് പറയുന്ന മനുഷ്യരില്ല. നമ്മുടെ ജീവിതങ്ങൾ എടുത്തു. ഞാൻ ആദ്യം ചോദിച്ച കാര്യം ഞാൻ ചോദിക്കുക, ഒരു ദൈവത്തിൻ്റെ വചനം പഠിക്കാനായിട്ട് ഒരു സ്റ്റഡി ബൈബിൾ വാങ്ങിച്ചു വെച്ച് പഠിക്കുന്ന എത്ര പേരുണ്ട്? പൈസ ഇല്ലാഞ്ഞിട്ടല്ല, ഇതിനേക്കാൾ എത്രയോ കാര്യങ്ങൾ. നോക്ക്, 2 ആഴ്ച വാങ്ങിക്കുന്ന പാലിൻ്റെ പൈസ ഉണ്ട് ഒരു സ്റ്റഡി ബൈബിൾ കിട്ടും. പൈസ ഇല്ലാഞ്ഞിട്ടല്ല. പക്ഷേ എന്താ കർത്താവ് പറഞ്ഞു? പരീശന്മാരെ നോക്കിയിട്ട് പറഞ്ഞു, നിങ്ങളിൽ ജോൺ ചാപ്റ്റർ 5 എന്ന് എടുത്ത് നോക്കി. അതേ ദുഃഖകരമായിട്ടുള്ള അവസ്ഥയിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. ജോൺ ചാപ്റ്റർ 5 കർത്താവ് പരീശന്മാരെ നോക്കിയിട്ട് പറഞ്ഞ കാര്യം, 5:40 തുടങ്ങി വായിക്കുമ്പോൾ 40 തുടങ്ങി. ജീവൻ ഉണ്ടാകുന്നതിന് വേണ്ടി എൻ്റെ അടുക്കിലേക്ക് വരാൻ നിങ്ങൾ കൂട്ടാക്കുന്നില്ല. ഞാൻ മനുഷ്യരിൽ നിന്ന് മഹത്വം സ്വീകരിക്കുന്നില്ല, എനിക്ക് നിങ്ങളെ അറിയാം, നിങ്ങളിൽ ദൈവസ്നേഹമില്ല. അതെ, പരീശന്മാരുടെ പ്രശ്നം ഇതായിരുന്നു. നമ്മുടെ ജീവിതത്തിൽ നോക്ക്, നമ്മുടെ മക്കൾക്ക് വേണ്ടി നമുക്ക് എന്ത് കഷ്ടം സഹിക്കാനും നമ്മൾ വില്ലിങ്ങാണ്. അവർക്ക് വേണ്ടി പണം ചെലവാക്കാൻ വില്ലിങ്ങാണ്. അവർക്ക് വേണ്ടി സമയം ചെലവഴിക്കാൻ വില്ലിങ്ങാണ്. അവരെ പഠിപ്പിക്കാൻ നമ്മൾ ട്യൂഷൻ അറേഞ്ച് ചെയ്യും. ഇതൊന്നും ചെയ്യേണ്ടെന്നല്ല, ഇതെല്ലാം ആവശ്യമാണ്. എന്നാൽ ഒരു കാര്യം ഓർത്തിരിക്കേണ്ട കാര്യം, എല്ലാവരും ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, കുതിരയെ വണ്ടിയുടെ പുറകിൽ കെട്ടിയ വണ്ടി ഓടില്ല. കർത്താവിന് മുമ്പിൽ കെട്ടിയില്ലേ കർത്താവ് അക്സെപ്റ്റ് ചെയ്യത്തില്ല. മക്കൾക്ക് ലോകത്തിൽ ഭാവി ഉണ്ടാക്കാനായിട്ട് പരിശ്രമിക്കുന്നതിനേക്കാൾ 1% എങ്കിലും ഇൻട്രസ്റ്റ് കർത്താവിൻ്റെ കാര്യത്തിലില്ലെങ്കിൽ നമ്മൾ മക്കളുടെ ഭാവി നശിപ്പിക്കുക. ഈ ഹഗായി പ്രവചനം എടുക്കുമ്പോൾ ഹഗായി ചാപ്റ്റർ 1 മക്കളെ പഠിപ്പിക്കേണ്ടെന്ന്, മക്കളുടെ ഭാവിയെക്കുറിച്ച് കൺസേൺ വേണ്ടെന്നൊന്നുമല്ല. പക്ഷെ കർത്താവ് പറഞ്ഞ പോലെ തന്നെ എവിടെ ദൈവജ്ഞാനം, ദൈവത്തിന് വേണ്ടി 1ാം സ്ഥാനം എവിടെ? 1ാം പ്രമാണം തന്നെ എന്താ? എൻ്റെ ദൈവമായ കർത്താവിന് പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവും ഇതെല്ലാം ബൈബിളിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ടെന്ന് നമ്മൾ പറയുന്നതല്ലാതെ നമ്മുടെ ജീവിതത്തിൽ എവിടെ? ഹഗായി പേജ് എന്ന് പറയാം 1069. ഹഗായി അതിൻ്റെ 1:4 തുടങ്ങി വായിക്കുമ്പോൾ 3 തുടങ്ങി വായിച്ചു. 3 തുടങ്ങി. അപ്പോൾ ഹഗായി പ്രവാചകൻ വഴി കർത്താവിന്റെ അരുളപ്പാടുണ്ടായി, കർത്താവിന്റെ ആലയം നശിച്ചു കിടക്കെ നിങ്ങൾക്ക് മറ്റിട്ട വീടുകളിൽ താമസിക്കാൻ സമയമായോ? അതിനാൽ ഇപ്പോൾ സൈന്യങ്ങളുടെ കർത്താവ് അരുൾ ചെയ്യുന്നു, നിങ്ങളുടെ കാര്യങ്ങൾ എങ്ങനെയെന്ന് ആലോചിക്കുക. നിങ്ങൾ ധാരാളം വിതച്ചു, അല്പം കൊയ്യുന്നു. നിങ്ങൾ ഭക്ഷിക്കുന്നു, എങ്കിലും തൃപ്തരാകുന്നില്ല. നിങ്ങൾ കുടിക്കുന്നു, എങ്കിലും നിറയുന്നില്ല. നിങ്ങൾ വസ്ത്രം ധരിക്കുന്നു, എങ്കിലും കുളിരുമാറുന്നില്ല. കൂലി വാങ്ങുന്നവൻ അത് തുളകളുള്ള സഞ്ചിയിലാണ് ഇടുന്നത്. സൈന്യങ്ങളുടെ കർത്താവ് അരുൾ ചെയ്യുന്നു, നിങ്ങളുടെ കാര്യങ്ങൾ എങ്ങനെയെന്ന് ആലോചിക്കുക. നിങ്ങൾ മലകളിൽ ചെന്ന് തടി കൊണ്ടുവന്ന് ആലയം നിർമ്മിക്കുക. അപ്പോൾ ഞാൻ പ്രസാദിക്കും, എന്റെ മഹത്വത്തിൽ ഞാൻ പ്രത്യക്ഷനാകും. മതി. അപ്പൊ ഇവിടെ കർത്താവ് പറയാണ്, അത് നമുക്കറിയാം, ബാബിലോൺ എക്സൈലിന് ശേഷം അവര് ജെറുസലേമിലേക്ക് തിരികെ വന്ന് ബാബിലോൺ എക്സൈലിൽ അവർ 70 വർഷം താമസിച്ചപ്പോൾ അവർക്ക് തിരികെ പോകാനുള്ള പെർമിഷൻ കിട്ടിയപ്പോൾ എല്ലാവരും തിരികെ പോന്നോ? വെരി ഫ്യൂ. കാരണം അവർ ബാബിലോണിൽ അവർക്ക് നല്ല കംഫർട്ടായിരുന്നു. ജെറുസലേമിൽ വന്ന എന്തായിരിക്കും ജീവിതം? ഒന്നുമില്ല, എല്ലാം നശിച്ചു കിടക്കുന്ന ജെറുസലേം. ഉള്ളത് മാത്രം ദൈവത്തിൻ്റെ പട്ടണം എന്നറിയപ്പെട്ടിരുന്നു, ദൈവത്തിൻ്റെ ആലയം ഉണ്ടായിരുന്നു. അപ്പോൾ ഭൗതിക നന്മയിൽ ഹൃദയം വെച്ചിരുന്ന ആരും ബാബിലോണിൽ നിന്ന് ഇങ്ങോട്ട് പോകുന്നില്ല.
അതായത് കഷ്ടം സഹിക്കാൻ, ബുദ്ധിമുട്ട് സഹിക്കാൻ, വീടില്ല, കുടിയില്ല, ഒന്നുമില്ല. ഇന്നും അങ്ങനെ തന്നെയാണ്. ബാബിലോണിൽ എല്ലാ കംഫർട്ടും ഉണ്ട്. എന്നാൽ എൻ്റെ കർത്താവിന് വേണ്ടിയിട്ട് കഷ്ടം സഹിക്കുന്നതാണ് ഈജിപ്തിലെ നിധികളെക്കാൾ മെച്ചമെന്ന് മോശ എണ്ണിയതുപോലെ എണ്ണുന്നവർ മാത്രമേ ബാബിലോൺ വിടുകയുള്ളൂ. അല്ലെങ്കിൽ ബാബിലോണിയ മതങ്ങൾ, ബാബിലോണിയ സഭകൾ, ഇതിൻ്റെ എല്ലാം കംഫർട്ടുണ്ട്. വലിയ പള്ളികളുണ്ട്, സിമിത്തേരിയുണ്ട്, ശവടക്കുന്ന സ്ഥലമുണ്ട്, നീണ്ട ഉടുപ്പിട്ട പുരോഹിതന്മാരുണ്ട്, എല്ലാം ഉണ്ട്. എന്നാൽ എൻ്റെ കർത്താവിന് വേണ്ടി കഷ്ടം സഹിക്കുന്നതാണ് ഈജിപ്തിലെ നിധികളെക്കാൾ, ബാബിലോണിലെ നിധികളെക്കാൾ ശ്രേഷ്ഠമെന്ന് എണ്ണുന്ന കുറച്ച് പേര് മാത്രമേ ജെറുസലേമിലേക്ക് വരുള്ളൂ. ജെറുസലേമിൽ വന്നു കഴിഞ്ഞപ്പോൾ ഇവരുടെ ഫസ്റ്റ് കൺസേൺ എന്തായിരുന്നു? ഇവർ വന്നത് ദേവാലയം പണിയാനൊക്കെ വേണ്ടിയിട്ടാണ്. വന്നു കഴിഞ്ഞപ്പോഴോ ദേവാലയം പണിയണം. എപ്പോഴാ? നമ്മുടെ വീടൊക്കെ ഒന്ന് ശരിയാക്കട്ടെ. നോക്ക് ഇവിടെ ഞാൻ മലയാളികളിൽ കണ്ടേക്കുന്ന ഒരു കോമൺ ഫിനോമിനയാണ്. നമുക്ക് ഒരു വാടക കൊടുക്കുമ്പോൾ ഈ വാടക വേസ്റ്റായി പോകും. അതേസമയം ഏകദേശം ഇത്രയും പൈസ കൊടുത്താലും നമ്മുടെ സ്വന്തം വീട്ടിൽ കിടക്കാം. ഇറ്റ്സ് വെൽ ആൻഡ് ഗുഡ്. ഐ ആം എ വെൽ വിഷർ ഓഫ് എവരിബഡി. ഗോഡ് ഈസ് ഓൾസോ എ വെൽ വിഷർ. ബട്ട് വാട്ട് അബൌട്ട് യുവർ ക്രിസ്ത്യൻ ലൈഫ്? കർത്താവിൻ്റെ സഭയെക്കുറിച്ചുള്ള കൺസേൺ അവിടെ. ഈ ലോകത്ത് വീട് വയ്ക്കാൻ വാടക നഷ്ടപ്പെടുന്നതിനെക്കുറിച്ചുള്ള നെഞ്ചരിച്ചിലിൻ്റെ ഒരു 1% കർത്താവിനെക്കുറിച്ച് ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ നമ്മുടെ ഒരു 5 തലമുറ അനുഗ്രഹിക്കപ്പെടുമായിരുന്നു. പക്ഷേ നോ, ഇറ്റ് ഈസ് നോട്ട് ദെയർ. ഇവിടെ കർത്താവ് ചോദിക്കുകയാണ്, കർത്താവിൻ്റെ ആലയം നശിച്ചു കിടക്കുക, ക്രിസ്തീയ ഉപദേശങ്ങൾ തെറ്റ്, കാട് കയറിയ ഉപദേശങ്ങൾ, സുവിശേഷം പ്രസംഗിക്കുന്നവർ, സാക്ഷിയില്ലാത്തവർ, കള്ളത്തരങ്ങൾ, കൊലപാതകങ്ങൾ, വ്യഭിചാരങ്ങൾ. നമുക്കുള്ള കമൻറ്റ് ചെയ്തോളൂ, എന്ത് ചെയ്യാൻ എല്ലാവരും കള്ളന്മാരാ? നോ, വാട്ട് ഈസ് യുവർ കോൺട്രിബ്യൂഷൻ? നമ്മൾ കർത്താവിൻ്റെ സുവിശേഷം, സത്യസുവിശേഷം പ്രസംഗിക്കാൻ, സത്യസുവിശേഷം ജീവിച്ച് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഒന്നുമില്ല. പറയുമ്പോൾ ചെയ്തോളൂ, ഇപ്പോൾ ആകെ എല്ലാം പോയി കിടക്കുക. നോ, അത് തന്നെ അവരും ചെയ്ത്. അവർ പറഞ്ഞു, അതായത് ആലയം നശിച്ചു കിടക്കുക, പക്ഷേ സ്വന്തം വീടിന് വേണ്ടി അവർക്ക് അധ്വാനിക്കാൻ ഇഷ്ടം പോലെ സമയമുണ്ടായിരുന്നു. അതുകൊണ്ട് സംഭവിക്കുന്നത് എന്താ? ഒത്തിരി ജോലി ചെയ്യുന്നുണ്ട്, ഇടുന്ന പോക്കറ്റിന് അടിയിൽ ഓട്ടയാണ്, എല്ലാം പോവുക, ലക്ഷ്യങ്ങളിലൊന്നും എത്തുന്നില്ല. ഒത്തിരി സമ്പാദിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നുണ്ട്, അവിടെ ഇവിടെയും കൊണ്ട് കൊടുക്കുക, അല്ലെങ്കിൽ വേറുള്ളവർ മോഷ്ടിച്ചുകൊണ്ട് പോവുക, അല്ലെങ്കിൽ ലക്ഷ്യത്തിൽ എത്തുന്നില്ല. എന്നിട്ട് കർത്താവ് പറയുക, എന്നാൽ നിങ്ങളൊരു കാര്യം ചെയ്യുക. 8ാം സെൻറ്റൻസ്, നിങ്ങൾ മലകളിൽ ചെന്ന് തടി കൊണ്ടുവന്ന് ആലയം നിർമ്മിക്കാൻ ആരംഭിക്കുക, അപ്പം ഞാൻ നിങ്ങളിൽ പ്രസാദിക്കും. നമുക്ക് വീട് വേണം, നമ്മുടെ മക്കൾക്ക് ഭാവി വേണം, അവരെ പഠിപ്പിക്കണം, അവർക്ക് എല്ലാ കാര്യങ്ങളും വേണം. നമുക്ക് വീട് വേണ്ടെന്നോ കുടി വേണ്ടെന്നോ വഴിയരി കിടക്കുന്നൊന്നും പഠിപ്പിക്കുന്ന മാർഗ്ഗമല്ല കർത്താവിൻ്റെ മാർഗ്ഗം. കർത്താവിനെ സേവിക്കുന്നവർക്ക് അനുഗ്രഹമുണ്ട്, ഭൗതിക നന്മയുണ്ട്. കൊളോസ്യ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത്, ലോകമെങ്ങും സൽഫലങ്ങൾ ഉളവാക്കി പ്രചരിച്ചു വന്ന പോലെ ഇത് പ്രചരിച്ചുകൊണ്ടിരിക്കുക. പക്ഷേ വാട്ട് ഈസ് എ പ്രയോറിറ്റി? നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിൽ, നമ്മുടെ കുടുംബത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിനാണോ 1ാം സ്ഥാനം, അതെയോ ജോലി ചെയ്ത് പണം കൊണ്ടുവരാനാണോ 1ാം സ്ഥാനം? എങ്കിൽ ഇത് ഓട്ടകളുള്ള സഞ്ചി കിടക്കും. ഇത് പുതപ്പ് പുതയ്ക്കും, പക്ഷെ കുളിര് മാറില്ല. നിങ്ങളേറെ കുടിക്കുന്നു, പക്ഷെ ദാഹം മാറുന്നില്ല. നമുക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹം ഇല്ലാതെ ഐശ്വര്യമില്ല. നമ്മൾ വായിച്ച പോലെ നിന്നെ സേവിക്കാത്ത ജനതയും നിന്നെ സേവിക്കാത്ത രാജ്യവും നശിക്കും. സംശയമില്ലാത്ത കാര്യങ്ങളാണ്. രാജ്യങ്ങളായിട്ട് ദൈവത്തെ സേവിച്ചിരുന്ന രാജ്യങ്ങളുണ്ട്, അവർ ദൈവത്തെ കൈവടിയുമ്പോൾ നമുക്ക് കാണാൻ പറ്റും നാച്ചുറൽ കലാമിറ്റീസ് കയറി അടിച്ച് നശിപ്പിക്കുന്ന കാണാൻ പറ്റും. കാറ്റിൻ്റെ മേൽ, ഭൂകമ്പങ്ങളുടെ മേൽ, പ്രകൃതിയുടെ മേൽ നിയന്ത്രണമുള്ളൊരു ദൈവത്തെ നമ്മൾ വിശ്വസിക്കുകയും സേവിക്കുകയും ചെയ്യുന്നത്. ഈ ദൈവത്തിന് ജീവിതത്തിൽ 1ാം പ്രയോറിറ്റി കൊടുത്താൽ ഫർഗറ്റ് അബൌട്ട് യുവർ ഓൺ നീഡ്സ്. മുന്നമേ അവിടുത്തെ രാജ്യം, അവിടുത്തെ നീതിയും അന്വേഷിച്ചിട്ടുള്ള ഒരു മനുഷ്യൻ്റെ മക്കൾ ഗതി കെട്ടിട്ടില്ല. ഒരു മനുഷ്യന് ഈ ലോകത്തിൽ അനാഥനായിട്ടില്ല. ഒരു മനുഷ്യന് ഈ ലോകത്തിൽ നിരാശരാകാൻ ദൈവം അനുവദിച്ചിട്ടില്ല. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ച് ലെറ്റ് us strive hard to grow in the grace and knowledge of the Lord. ദൈവത്തെക്കുറിച്ചുള്ള അറിവ് അനുസരിച്ച് നമ്മൾ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാകത്തുള്ളൂ. ഈ എന്താ പറയുന്നത്, മോഹങ്ങളാൽ ജീർണിച്ചുകൊണ്ടിരിക്കുന്ന ഈ ജീവിതത്തിൽ നിന്ന് സൃഷ്ടാവിൻ്റെ ഛായയിലോട്ട് നമ്മൾ ട്രാൻസ്ഫോംഡ് ആകണമെങ്കിൽ യു ഹാവ് ടു ഗ്രോ ഇൻ ദി ഗ്രേസ്. ഗ്രേസിൽ വളരുന്നതനുസരിച്ച് ദൈവജ്ഞാനം ദൈവം തരും. ദൈവജ്ഞാനം നമ്മൾ ഉണ്ടാകുന്നതനുസരിച്ച് നമ്മുടെ ലൈഫ് ട്രാൻസ്ഫോംഡ് ആകും. അതുകൊണ്ട് നമ്മൾ പാടുന്ന പോലെ ഈ മണ്ണെ പ്രതി മാണിക്യം നഷ്ടപ്പെടുത്തരുത്. മണ്ണെ പ്രതി മാണിക്യം നഷ്ടപ്പെടുത്തുന്നത് എറ്റേണൽ ലോസ് ആയിരിക്കും. ഈ ലോകത്തിൽ നമുക്ക് എന്ത് വേണേലും ത്യജിക്കാം, അത് ടെമ്പററിയാണ്. ഈ ടെമ്പററി അച്ചീവ്മെൻറ്റിന് വേണ്ടി, ടെമ്പററി നേട്ടങ്ങൾക്ക് വേണ്ടി എറ്റേണൽ തിങ്സ് നഷ്ടപ്പെടുത്തരുത്. നമുക്ക് പ്രാർത്ഥിക്കാം. മാഷ